മാന്യരായ മുഹിബ്ബീങ്ങളെ, നാം മൗലിദുൽ ഹുസ്നൈനിയുടെ 24ാമത്തെ ഹിസ്ബുൽ മുഅ്ജിസാത്ത് അതിന്റെ തുടക്ക ഭാഗത്താണുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞത് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം മുഴുവൻ അംബിയാ മുർസലീങ്ങളുടെയും മുഅ്ജിസാത്തുകൾ ആദം നബി മുതൽക്ക് നമ്മുടെ നബി വരെയുള്ള സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംബിയാ മുർസലീങ്ങളുടെ മുഅ്ജിസാത്തുകൾ അത് നിലച്ചിട്ടില്ല, അവസാനിച്ചിട്ടില്ല. അവരുടെ വഫാത്തിന് ശേഷം, ഒരു നബിയുടെയും വഫാത്തിന് ശേഷം അവരുടെ മുഅ്ജിസാത്തുകൾ, അതുപോലെ ഔലിയായിന്റെ കറാമത്തുകൾ അത് അവസാനിക്കുകയില്ല എന്നാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. അതേസമയം മുമ്പ് കഴിഞ്ഞു പോയ അംബിയാ മുർസലീങ്ങൾക്കൊക്കെ നൽകപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മുഅ്ജിസത്ത്, ആ പ്രധാനപ്പെട്ട മുഅ്ജിസത്ത് അവരുടെ കാലശേഷം അവരുടെ ജീവിതകാലത്തുണ്ടായിരുന്നത് പോലെ ഉണ്ടായിട്ടില്ല എന്നും എന്നാൽ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മുഅ്ജിസത്ത് വിശുദ്ധ ഖുർആൻ എന്ന മുഅ്ജിസത്ത്, അത് അവിടുത്തെ വഫാത്തിന് ശേഷവും അതിന് യാതൊരു കോട്ടവും മാറ്റവും ചൈഞ്ചും സംഭവിക്കാത്ത വിധത്തിൽ ഇന്നും അത് വിശുദ്ധ ഖുർആൻ സജീവമായി ഇനി അന്ത്യനാൾ വരെയും വിശുദ്ധ ഖുർആൻ പൂർണ്ണ സജീവതയോടെ അത് നിലനിൽക്കും എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞത്. എന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് والظاهر أن مما يخلد انتفاء الظل والاحتراق عن أصل شعره الآن. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം അതിൽ നിന്ന് നമുക്ക് ഗ്രാഹ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖുർആൻ അല്ലാത്ത മുഅ്ജിസത്തുകളൊക്കെ അവസാനിച്ചു പോയി എന്ന് ആ പറഞ്ഞതിന് അർത്ഥമില്ല. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ഖുർആൻ അല്ലാത്ത മുഅ്ജിസത്തൊക്കെ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം അത് തീർന്നുപോയി, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. മറിച്ച് പറഞ്ഞത് എന്താണെന്ന് നാം വിശദീകരിച്ചു. അപ്പൊ അങ്ങനെ നാം ആലോചിക്കുമ്പോൾ മുത്തുനബിയുടെ മുഅ്ജിസാത്തിൽ പെട്ടതാണ് മുത്തുനബിക്ക് ജീവിതകാലത്ത് മുത്തുനബിയുമായി ബന്ധപ്പെട്ട ഒരു ശരീരഭാഗത്തിനും മുത്തുനബിയുമായി ടച്ചുള്ള ഒരു ശരീരഭാഗത്തിനും അത് അവിടുത്തെ ശരീരത്തിന്റെ ഭാഗമാണല്ലോ തിരുകേശങ്ങൾ. ആ തിരുകേശങ്ങളടക്കം അവിടുത്തെ ശരീരത്തിൽ ധരിച്ച വസ്ത്രമടക്കം അവിടുത്തെ തലപ്പാവ് അടക്കം ഒന്നിനും അവിടുത്തെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ ഒന്നിനും വസ്ത്രങ്ങൾക്കൊന്നും നിയല് ഇല്ലായിരുന്നു. ഈ നിയല് ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മുഅ്ജിസത്താണ്. അപ്പോ ഈ മുഅ്ജിസത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശം, ആ തിരുകേശത്തിന് അവിടുത്തെ ശരീരത്തിലായിരുന്നപ്പോഴും നിയലില്ല. ആ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞ ശേഷം നിയലുണ്ടാകുമോ? ശരീരത്തിന്റെ ഭാഗമായത് ശരീരത്തിൽ നിന്ന് പിരിഞ്ഞാലും അതിന് നിയലുണ്ടാകില്ല. കേശം എന്ന് പറയുന്നത് അത് ശരീരത്തിന്റെ ഭാഗമാണ്, വസ്ത്രം പോലെയല്ല. ധരിച്ച വസ്ത്രം അയച്ചു വെച്ചാൽ അതിന് നീരുണ്ടാകുന്നതിന് വിരോധമില്ല. അതേ സമയത്ത് ആ വസ്ത്രം ശരീരത്തിൽ ധരിക്കുമ്പോൾ
ആ വസ്ത്രമടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിയലുണ്ടാകില്ല. ചിലർ തെറ്റിദ്ധരിച്ചു പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിയലില്ല എന്ന് പറയുന്നത് അവിടുത്തെ ധരിച്ച വസ്ത്രത്തിന് ബാധകമല്ല എന്ന്. ഇത് വലിയൊരു അബദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിയലില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂർണ്ണ നഗ്നനായി നിൽക്കുമ്പോൾ നിയലില്ല എന്നല്ലല്ലോ. കാരണം അവിടുന്ന് ഒരിക്കലും പൂർണ്ണ നഗ്നനായിട്ടില്ല. അത് അദബ് കേടാണ്. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂർണ്ണ നഗ്നനാകില്ല. അപ്പോൾ അവിടുത്തേക്ക് നിയലില്ല എന്ന് പറയുന്നത് അവിടുന്ന് പൂർണ്ണമായി വസ്ത്രം ധരിക്കുന്ന സന്ദർഭത്തിൽ പോലും നിയലില്ല എന്ന് തന്നെയാണ്. വസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെ പറയാനുള്ളത്. എന്നാൽ തിരുകേശം അത് ശരീരത്തിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് ആ തിരുകേശത്തിന് നിയല് ഉണ്ടാവാതിരിക്കുകയാണ് വേണ്ടത്. അതുപോലെ തിരുകേശം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കേശം, ഷറഫാക്കപ്പെട്ട മുടി, അത് തീ തട്ടിയാൽ കരിയുകയുമില്ല എന്ന് പല കിതാബുകളിലും ഇമാമികൾ പറഞ്ഞതായി കാണും. അപ്പം അത് മുഅ്ജിസത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്താണ്. ആ മുഅ്ജിസത്ത് ഇന്ന് നിലനിൽക്കുന്നില്ല എന്ന് ആരും പറഞ്ഞതായി കണ്ടിട്ടില്ല. മറിച്ച് മുഅ്ജിസാത്തുകൾ മരണശേഷം നിലക്കുകയില്ല, മരണശേഷവും അത് തുടരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. വല്ലാഹിറു, നമുക്ക് പ്രമാണങ്ങൾ പരതുമ്പോൾ ഗ്രഹിക്കുന്നത്, മനസ്സിലാകുന്നത് അന്ന മിമ്മാ യഖ്ലുദു, ശാശ്വതമാകുന്ന ഇനത്തിൽപ്പെട്ടതാണ്, ശാശ്വതമായ മുഅ്ജിസാത്തുകളിൽ പെട്ടതാണ് മുത്തുനബിയുടെ ഇന്തിഫാ അൽ-ലില്ലി, നിയലില്ലാതിരിക്കുക എന്ന് പറയുന്ന മുഅ്ജിസത്തും, വൽ ഇഹ്തിറാഖ്, തീ തൊട്ടാൽ കരിയുകയില്ല എന്ന മുഅ്ജിസത്തും, അൻ അസ്ലി ശഅരിഹിൽ ആൻ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ തിരുകേശത്തിന് ഈ രണ്ട് മുഅ്ജിസത്തും ഉണ്ട്. ഈ രണ്ട് മുഅ്ജിസത്ത്, യഥാർത്ഥ തിരുകേശം, അസ്ലു ഷായർ, അൻ ഷാരിഹി എന്നല്ല ഇവിടെ പറയുന്നത്, മൗലൂദുൽ ഹുസ്നൈനിൽ പറഞ്ഞത് അൻ അസ്ലി ഷാരിഹി. അതിലൊരു രഹസ്യമുണ്ട്. തിരുനബിയുടെ യഥാർത്ഥ ഷായറിനിക്ക്, യഥാർത്ഥ തിരുകേശത്തിന് നിയലും ഉണ്ടാകില്ല, അത് കരിയുകയുമില്ല. അൽ ആൻ, ഇപ്പോഴും അത് നിയലും ഉണ്ടാകില്ല, കരിയുകയുമില്ല. വഫാത്തിന് ശേഷം ഇപ്പോഴും ആരുടെങ്കിലും കയ്യിൽ തിരുനബിയുടെ യഥാർത്ഥ തിരുകേശമുണ്ടെങ്കിൽ അത് കരിയുകയുമില്ല, അതിന് നിയലുണ്ടാവുകയുമില്ല. അത് യഥാർത്ഥ ഷായർ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തിരുനബിയുടെ കേശം, തിരുകേശം, ആ തിരുകേശം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ട്. മക്കയിലും മദീനയിലും ഈജിപ്തിലും മസ്ജിദുൽ അഖ്സയിലും ലോകത്തിൻ്റെ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ, തുർക്കിയ, പല ഭാഗങ്ങളിലും പല ആളുകളുടെ അടുത്തും നാം റിസർച്ച് നടത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലോകത്ത് പലയിടത്തും അത് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് സ്ഥലങ്ങളിൽ തിരുകേശം സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ചിലത് അവിടുത്തെ റഅ്സു ഷരീഫ്, അവിടുത്തെ ഷറഫാക്കപ്പെട്ട തലയിലുള്ള കേശമാണ്. ചിലതെല്ലാം അവിടുത്തെ ഷറഫാക്കപ്പെട്ട താടിയിലുള്ള കേശമാണ്. അല്ലാമ സഈദ് നൂർസി വിവരിക്കുകയുണ്ടായി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷറഫാക്കപ്പെട്ട താടി രോമം അത് 30 മുതൽ 60 വരെയുള്ള രോമങ്ങൾ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പിരിഞ്ഞതായിട്ടുണ്ടാവുകയുള്ളൂ. അതിലധികം താടി രോമങ്ങൾ പിരിഞ്ഞിട്ടുണ്ടാകില്ല. അപ്പോൾ അതിലധികവും സ്ഥലങ്ങളിൽ ആരെങ്കിലും താടി രോമമുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിലുള്ള രോമമാകാനാണ് സാധ്യത. എല്ലാം താടിയിലുള്ളത് പറയുന്നുണ്ടെങ്കിൽ താടി രോമമാവണമെന്നില്ല. എന്നാൽ തലമുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉംറയുടെ സമയത്തും ഹജ്ജത്തുൽ വദായിലൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലമുടി അത് ഒഴിവാക്കിയിട്ടുണ്ട്. ആ ഒഴിവാക്കിയ തലമുടികളെല്ലാം
അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ വിളിച്ച് അത് കൊടുത്ത് അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന് കൊടുത്ത് ഓഹരി ചെയ്തു. അങ്ങനെ ജനങ്ങൾക്കിടയിൽ ഓരോരുത്തർക്കും ഈ ഹജ്ജത്തുൽ വദാഇൽ ആയിരക്കണക്കിന് സ്വഹാബികൾ വന്നിട്ടുണ്ട്. ഓരോരുത്തർക്കും അത് വിഹിരിക്കാൻ വേണ്ടി പറഞ്ഞു. ഹദീസിൽ കാണാം, ഒരു ഷഹർ മുബാറക്ക് കിട്ടിയവരുണ്ട്, 2 കിട്ടിയവരുണ്ട്, 3 കിട്ടിയവരുണ്ട്. അങ്ങനെ ലോകത്ത് പലയിടത്തും സ്വഹാബിമാർ, അന്ന് പങ്കെടുത്ത സ്വഹാബിമാർ ആ ഷഹർ മുബാറക്ക് സൂക്ഷിച്ചു വെച്ചു. അതിൽ ലോകത്ത് അത് പലയിടത്തും അത് വ്യാപകമായി എന്ന് ഹദീസിൽ കാണാം. അപ്പോൾ ഇതാണ് യഥാർത്ഥ ഷഹർ എന്ന് ഞാൻ പറഞ്ഞത്, യഥാർത്ഥ കേശം എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ ഒരു രൂപം, ഈ സൂക്ഷിക്കപ്പെട്ട കേശങ്ങൾ പലയിടത്തുമുള്ളത് അതിൽ നിന്ന് മറ്റൊരു കേശം പിരിഞ്ഞുണ്ടാവുന്ന സ്വഭാവം കണ്ടിട്ടുണ്ട് എന്ന് ഇമാമിങ്ങൾ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചതായി കാണാം. ഉദാഹരണമായി ജവാഹിറുൽ ബിഹാർ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ ഇമാം അബ്ദുൽ ഗനിയുൻ നാബുൽസി റഹിമഹുല്ലയിൽ നിന്ന് ജവാഹിറുൽ ബിഹാറിൽ ഉദ്ധരിക്കുന്നതായി കാണാം. അൽ ഹളറത്തുൽ ഉൻസിയ ഫി റിഹ്ലത്തുൽ ഖുദ്സിയ എന്ന് പറയുന്ന ഗ്രന്ഥം അബ്ദുൽ ഗനിയുൻ നാബുൽസി, അവർ ആരിഫീങ്ങളിൽപ്പെട്ട മഹാനാണ്. അദ്ദേഹം ആ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ഷഹർ മുബാറക്ക് സൂക്ഷിക്കപ്പെട്ടതായി പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്, ഇന്ത്യയിൽ കണ്ടിട്ടുണ്ട്, പലയിടത്തുമുണ്ട്. ആ സൂക്ഷിക്കപ്പെട്ട പല ഷഹറുകളും പല കേശങ്ങളും അത് സ്വയം അനങ്ങുന്നതായും അതിൽ നിന്ന് മറ്റൊരു കേശം പിരിഞ്ഞു ഉണ്ടാകുന്നതായും ഒക്കെ കാണാനിടയായിട്ടുണ്ട്. അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. എന്താ കാരണം? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ ശരീര പാർട്ടിനും, ശരീരവുമായി ബന്ധമുള്ള പാർട്ടുകൾക്കും അതിലെല്ലാം ജീവനുണ്ട്, ഹയാത്തുണ്ട്. ആ ഹയാത്ത് മരണശേഷവും നിലനിൽക്കുന്നു. അതാണ് അതിനുള്ള കാരണമെന്ന് അബ്ദുൽ ഗനി നാബുൽസി പറയുന്നതായി ജവാഹിറുൽ ബിഹാറിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, അത് അസംഭവ്യമല്ല. അങ്ങനെ ഷഹർ മുബാറക്ക് ഒന്നിലധികം ഉണ്ടാകുന്നത്, ഒന്നിൽ നിന്ന് മറ്റൊന്ന് പിരിഞ്ഞുണ്ടാകുന്നത് അസംഭവ്യമല്ല. ഈ പിരിഞ്ഞുണ്ടായ ഷഹർ മുബാറക്ക്, അതിനെക്കുറിച്ച് അടിസ്ഥാനപരമായ കേശം എന്ന് പറയാൻ പറ്റൂല. യഥാർത്ഥ കേശത്തിൽ നിന്നും, തിരുനബിയുടെ ശരീരത്തിൽ തൊട്ട യഥാർത്ഥ കേശത്തിൽ നിന്നും പിരിഞ്ഞ മറ്റൊരു കേശമാണത്. ആ കേശത്തിന് ഒരു പക്ഷേ നിഴലുണ്ടാവാം. ആ കേശം പിന്നെ പലയിടത്തും എത്തുന്നുണ്ടാവും, ജനങ്ങൾക്ക് പലയിടത്തും എത്തുന്നുണ്ടാവും. ജനങ്ങളുടെ കൈകളിൽ, ഒരാളുടെ കയ്യിലുള്ളത് അദ്ദേഹം യഥാർത്ഥ കേശം അവിടെ വെച്ച് ആ കേശത്തിൽ നിന്നും പിരിഞ്ഞുണ്ടായത് മറ്റൊരാൾക്ക് കൊടുത്തിരിക്കാം. അങ്ങനെയുള്ള കേശങ്ങൾക്ക് നിഴലുണ്ടാവാനും സാധ്യതയുണ്ട്. ഉണ്ട് എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുകയല്ല, നിഴലുണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ഒരുപക്ഷെ തീ തൊട്ടാൽ കരിയാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് തിരുനബിയുടേതല്ല എന്ന് പറയുന്നത് ശരിയല്ല. എന്തുകൊണ്ട്? കാരണം തിരുനബിയുടെ യഥാർത്ഥ കേശത്തിൽ നിന്നും പിരിഞ്ഞുണ്ടായതാണല്ലോ അത്. അതുകൊണ്ട് തിരുനബിയുമായി അതിന് ബന്ധമുണ്ടല്ലോ. അതുകൊണ്ട് യഥാർത്ഥ ഷായറിനിക്കുള്ള ബഹുമാനം, ആദരവ് ആ ഷായറിനിക്കും നാം നൽകേണ്ടതാണ്. ആ കേശത്തിനിക്കും നാം കാണിക്കേണ്ടതാണ്. ഫൈനൽ മുഅ്ജിസത വൽ കറാമത ബി വഫാത്തി അഹ്ലിഹിമാ ലാ തൻഖതിഅൻ. മുഅ്ജിസത്തും കറാമത്തും, അമ്പിയാക്കന്മാർക്കുണ്ടാകുന്ന മുഅ്ജിസത്തും ഔലിയായിലുണ്ടാകുന്ന കറാമത്തും ബി വഫാത്തി അഹ്ലിഹിമാ ലാ തൻഖതിഅൻ. അത് മുഅ്ജിസത്തിൻ്റെയും കറാമത്തിൻ്റെയും ഉടമകളായ അമ്പിയ മുർസലീങ്ങളും ഔലിയാവും വഫാത്താകലോടുകൂടെ അത് നിശ്ചലമാകുന്നതല്ല, അത് നിന്നു പോകുന്നതല്ല, മുറിഞ്ഞു പോകുന്നതല്ല. വലാ റൈബ, നിസ്സംശയം, അന്ന അദമയിൽ ലില്ലി വലിഹ്തിറാഖ്, നിയലില്ലാതിരിക്കുക എന്ന് പറയുന്നത്, തിരുകേശത്തിന് നിയലില്ലാതിരിക്കുക എന്നതും വലിഹ്തിറാഖ്,
തിരുകേശം തീ തൊട്ടാൽ കരിയാതിരിക്കുക എന്ന് പറയുന്നതും ഖാരിഖാൻ, അത് രണ്ടും അസാധാരണ സംഭവങ്ങളാണ്, മുഅ്ജിസാത്തുകളാണ്. വഫീ തഅരീഫിൽ മുഅ്ജിസത്തി ദാഖിലാൻ, മുഅ്ജിസത്തിന്റെ നിർവചനം നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ആ നിർവചനത്തിൽ ഇത് പെടുന്നുമുണ്ട്, ഈ സംഭവം ഇത് രണ്ടും പെടുന്നുമുണ്ട്. വലാ ദലീല അലങ്കിതഇഹിമ, കരയാതിരിക്കുക നിഴലില്ലാതിരിക്കുക എന്ന് പറഞ്ഞ ഈ രണ്ട് സംഭവങ്ങൾ മുറിഞ്ഞു പോകും എന്നതിന് തെളിവില്ല. ഫൽ ഹഖു, അതുകൊണ്ട് യഥാർത്ഥം അന്നഹുമാ മുസ്തമിറാൻ, തിരുകേശത്തിന് നിഴലുണ്ടാകില്ല എന്ന് പറഞ്ഞതും അത് കരിയുകയില്ല എന്ന് പറഞ്ഞതും ഇന്നും നിലനിൽക്കുന്ന കാര്യമാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പറയാം, ഫൈന്ന അദമൈഹിമ, കാരണം നിഴലില്ലാതിരിക്കുക എന്ന് പറഞ്ഞതും കരിയാതിരിക്കുക എന്ന് പറയുന്നതും ലികൗനിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൂറാ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൂറായത് കൊണ്ടാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൊത്തം പ്രകാശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തിൽ നിന്നാണല്ലോ ലോകത്തുള്ള മുഴുവൻ പ്രകാശങ്ങളെയും പടച്ചിട്ടുള്ളത്. മുഴുവൻ പ്രകാശങ്ങളും വരുന്നത് നൂറ് മുഹമ്മദിയുടെ പ്രകാശത്തിൽ നിന്നാണ്. ആ നൂറ് മുഹമ്മദി ഏറ്റവും ഉൾക്കൊണ്ടത് അവിടുന്ന് തന്നെയാണ്, സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ മുത്തനബി മൊത്തം നൂറാണ്. ആ നൂറ് ഭൂമിയിൽ വന്ന മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറ് അത് പൂർണ്ണമായി ഇവിടെ പ്രകടമാക്കിയിട്ടില്ല അല്ലാഹു തആല. അതുകൊണ്ട് ആ നൂറിനിക്ക് എങ്ങനെ, യഥാർത്ഥ നൂറിനിക്ക് എങ്ങനെയാണ് ഏറ്റവും പവറുള്ള നൂറ്, സൂര്യനേക്കാളും ചന്ദ്രനേക്കാളും എല്ലാറ്റിനേക്കാളും പവറുള്ള നൂറാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ്. അതുകൊണ്ട് ഹദീസിൽ വന്നത് അത് രാത്രിയും പകലും മറ്റൊരു വിളക്കിന്റെ വെളിച്ചത്തിൽ ഒന്നും സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിൽക്കുമ്പോൾ നബി തങ്ങൾക്ക് ഒരിക്കലും നിഴലില്ല. കാരണം ആ സൂര്യനേക്കാളും ചന്ദ്രനേക്കാളും വിളക്കിനേക്കാളൊക്കെ പ്രകാശം തിരുനബിയുടെ ശരീരത്തിന് തന്നെയുണ്ട്. അപ്പോ തിരുനബി നൂറായത് കൊണ്ടാണ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴലില്ലാത്തത് എന്ന് വെക്കുമ്പോ ആ നൂറായ തിരുനബിയുടെ ഒരു ഭാഗമാണല്ലോ ഈ തിരുകേശം. അപ്പൊ തിരുകേശത്തിന് പിന്നെ എങ്ങനെയാണ് തിരുനബിയുടെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞതിന്റെ ശേഷം അതിന് നിഴലുണ്ടാകുക? പറ്റൂലല്ലോ. കാരണം ആ തിരുനബിയുടെ ശരീരത്തിലുള്ള തിരുകേശം പടക്കപ്പെട്ടത് നൂറുകൊണ്ടാ. അപ്പൊ പിന്നെ തിരുനബിയുടെ ശരീരത്തിൽ വിരിഞ്ഞതിന്റെ ശേഷം അതിനൊരിക്കലും നിഴലുണ്ടാകുക എന്ന് പറഞ്ഞത് ഉണ്ടാകില്ല. മുഅല്ലമൻ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദരണീയരായത് കൊണ്ടാണ്, ബഹുമാന്യരായത് കൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീ തൊട്ടാൽ കരിയില്ല, അവിടുത്തെ കേശം പോലും തിരുകേശം പോലും തീ തൊട്ടാൽ കരിഞ്ഞു പോകില്ല എന്ന് പറയാൻ കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാന്യരാണ്, ആദരണീയരാണ്, ഏറ്റവും ബഹുമാന്യരാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ബഹുമാന്യരാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് കരിയൂല എന്ന് പറഞ്ഞത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീ കുണ്ടാരത്തിലിട്ടപ്പോൾ തീ കരിച്ചോ ഇബ്രാഹിം നബിയെ? ഇല്ലല്ലോ. എന്തുകൊണ്ടാ? തീയിന് കരിക്കാൻ കഴിവില്ല, സ്വയം കരിക്കാൻ കഴിവില്ല എന്നാ സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസം. മുഅ്മിനീങ്ങളുടെ വിശ്വാസം, സുന്നികളുടെ വിശ്വാസം തീയിന് കരിക്കാൻ കഴിവില്ല. തീയിന് കരിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ആജ്ഞ വരണം, കരിക്കുത്തി എന്നുള്ള ആജ്ഞ വരണം. അള്ളാഹു ആ തീയിനോട് കരിക്കരുത് എന്ന് പറഞ്ഞാൽ കരിക്കാൻ കഴിയൂല തീയിന്. അള്ളാഹുവിന് ആ തീയിനോട് പറയാൻ, നീ ഇന്ന വസ്തുവിനെ കരിക്കരുത്, അതേസമയം മറ്റുള്ളതിനൊക്കെ നിനക്ക് കരിക്കാം. അതാണല്ലോ ഇബ്രാഹിം നബിയുടെ തീയിനുണ്ടായത്. ഇബ്രാഹിം നബിയുടെ തീയ്, ഇബ്രാഹിം നബിയെ കരിക്കാനുള്ള കഴിവ് ഇബ്രാഹിം നബിയുടെ തീയിനില്ല. അതേ തീയ് ആ ഇബ്രാഹിം നബിയെ തീക്കുണ്ടാരത്തിലേക്ക് തള്ളാൻ കാരണക്കാരനായ ആസർ, ഇബ്രാഹിം നബിയുടെ പിതൃവ്യനായ ആസർ, ആ ആസറിനെ ആ തീയ് കരിച്ചു. ആസർ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീക്കുണ്ടാരത്തേക്ക് തള്ളിയത് ഇങ്ങനെ നോക്കി നിന്ന് ആസ്വദിക്കുകയായിരുന്നു. അപ്പോൾ തീനാളം വന്ന് ആസറിന്റെ ശരീരത്തിൽ വീണിട്ടാണ് ആസർ മരിച്ചു പോണത്. കാഫിറായി. അല്ലെങ്കിലേ കാഫിറാണ്. ആ ആസർ മുഅ്മിനായിട്ടില്ല. ഇബ്രാഹിം നബിയുടെ ഉപ്പയല്ല, ഉപ്പയുടെ സഹോദരനാണ്. മരിച്ചത് എന്തുകൊണ്ടാ? ആ തീ തട്ടിയിട്ടാ.
അപ്പൊ ആ തീയിന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കരിക്കാനുള്ള കഴിവ് അള്ളാഹ് നിഷേധിച്ചു. അതേസമയം തീയിന് സമ്മതം കൊടുത്തു മറ്റുള്ളതിനെ കരിക്കാൻ. വിറക് കരിക്കുന്നുണ്ട് തീ. അപ്പോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കരിക്കാത്ത ആ തീ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ തട്ടിയാലും തിരുകേശത്തിൽ തട്ടിയാലും അത് കരിക്കില്ല. മദീനത്ത് ഒരു തങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് അൽ ഹസൻ ഇബ്നുൽ മുലൈഹ് അൽ ഹുസൈനി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ ഹസൻ തങ്ങൾ, ഹുസൈനി കുടുംബത്തിൽപ്പെട്ട ഹസൻ തങ്ങൾ, അദ്ദേഹത്തിന്റെ ഉപ്പ മദീനയിലെ ഭരണാധികാരിയായിരുന്നു, അമീറായിരുന്നു. അക്കാലത്ത് അദ്ദേഹം, ഈ തങ്ങൾ ഡമസ്കസിലെ ഒരു ഭരണാധികാരിയായ ബക്ജൂർ എന്ന് പറയുന്ന ആ ഭരണാധികാരിക്ക് ഈ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന 14 ഷഅർ മുബാറക്ക് തിരുകേശങ്ങൾ അദ്ദേഹത്തിന് ഹദിയയായി കൊണ്ടേ കൊടുത്തു. അപ്പോൾ തിരുകേശം ഒരാളുടെ കയ്യിലുള്ളത് മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടില്ല എന്നൊന്നുമില്ല. ആരും കൊടുക്കാതിരുന്നാൽ പിന്നെ ഇതെല്ലാം ഒരാളുടെ കയ്യിലാവില്ല. തിരുകേശം അത് തിരുകേശമാണെന്ന് വിശ്വാസമുള്ള ആൾക്ക് തന്നെ അതിനെ ബഹുമാനിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് മറ്റൊരാൾക്ക് കൈമാറാം. ആ കൈമാറിയ വ്യക്തി അതിനെ ബഹുമാനിച്ചില്ല എങ്കിൽ തിരിച്ചു വാങ്ങണം, ബഹുമാനിക്കുന്നില്ലെങ്കിൽ. അപ്പൊ ഈ തങ്ങൾ ബക്ജൂർ എന്ന് പറയുന്ന ആ ഭരണാധികാരി, ഡമസ്കസിലെ ഭരണാധികാരിക്ക് 14 ഷഅർ മുബാറക്ക് കൊണ്ടുപോയി സമ്മാനിച്ചു. ആ ഭരണാധികാരി ഈ ഹസൻ തങ്ങൾക്ക് ധാരാളം ഹദിയകൾ, സമ്മാനം അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹം തിരിച്ചു പോന്നു. അദ്ദേഹം കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരാൾ പറഞ്ഞു, ഈ ബക്ജൂറിനോട് പറഞ്ഞു, ഇതൊക്കെ 14 ഷഅർ മുബാറക്ക, 1 2 എന്നല്ല. ഇതെങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഅർ മുബാറക്ക ആവും? ഇത് വേണമെങ്കിൽ ഈ തങ്ങന്മാരുടെ ആരുടെങ്കിലും ഷഅർ ആയിരിക്കാൻ, നബി തങ്ങളുടേത് ആവണം എന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് കേട്ടപ്പോ ഈ ഭരണാധികാരിക്കും ബക്ജൂറിനും മനസ്സിലൊരാശങ്ക, അങ്ങനെ ആയിരിക്കുമോ? നബി തങ്ങളുടേത് അല്ല ആണെന്നിലേക്ക് ഇപ്പം എന്താ തെളിവ്? ഇത് ഈ തങ്ങളുടേത് ആയിക്കൂടെ? ഇവരെ കുടുംബത്തിൽ ആരുടെങ്കിലും ഷെയർ ആയിക്കൂടെ, ക്യാഷ് ആയിക്കൂടെ, മുടി ആയിക്കൂടെ? അങ്ങനെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരം ഈ ഹസൻ തങ്ങൾക്ക് എത്തി. അദ്ദേഹം വല്ലാതെ വേദനിച്ചു. അപ്പോൾ പിറ്റേന്ന് അദ്ദേഹം തിരിച്ചു ചെന്നു കൊട്ടാരത്തേക്ക്, ഡമസ്കസിലേക്ക്. അങ്ങോട്ട് തന്നെ തിരിച്ചു ചെന്നിട്ട്, ഞാൻ നിങ്ങൾക്ക് തന്ന 14 ഷെയർ ഉണ്ടല്ലോ, അത് എനിക്കെന്നെ തിരിച്ചു തരണം, എനിക്കതാണ് സന്തോഷം, അത് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ബക്ജൂർ അത് തിരിച്ചുകൊണ്ട് കൊടുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇത് കത്തിക്കാൻ പറ്റിയ ഒരു തീ കൊണ്ടുവരൂ. തീ കൊണ്ടേ കൊടുത്തു. അദ്ദേഹം ആ ഷെയർ തിരുകേശങ്ങൾ അവിടെ വെച്ച് ഈ തീയിൽ കാണിച്ചു. തീ കത്തിച്ച തീയിൽ കാണിച്ചു. ഒരൊറ്റ കേശം പോലും കരിഞ്ഞില്ല. ജനങ്ങളൊക്കെ ഈ അത്ഭുതം കണ്ടു. അങ്ങനെ അമീർ ബക്ജൂർ കരഞ്ഞുപോയി. യാ ഹയാഅനാ മിർ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കാണുന്നുണ്ടല്ലോ, വല്ലാത്ത മോശമായിപ്പോയി, എൻ്റെ ലജ്ജയെ എന്ന് പറഞ്ഞ് അദ്ദേഹം ഈ തങ്ങളെ വല്ലാതെ ബഹുമാനിച്ചു, തിരിച്ചയച്ചു. അദ്ദേഹത്തിൻ്റെ കാലൊക്കെ ചുംബിച്ച് തിരിച്ചയച്ചു. പക്ഷേ അദ്ദേഹത്തിന് ആ തിരുകേശങ്ങൾ നഷ്ടമായി. യഥാർത്ഥ തിരുകേശമായിരുന്നു ആ തങ്ങൾ കൊടുത്തിരുന്നത്. 14 ഉണ്ടെങ്കിലും അത് തിരിച്ച് വാങ്ങിക്കൊണ്ടുപോയി. ഈ സംഭവം ഷംസുദ്ദീൻ ദഹബി അദ്ദേഹത്തിൻ്റെ താരീഖുൽ ഇസ്ലാം എന്ന് പറയുന്ന ആ ബൃഹത്തായ ഗ്രന്ഥത്തിൽ 27-ാം വാള്യം 407-ാം പേജിൽ ഈ സംഭവം വിവരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞതെന്താ,
ഇതിൽ നമുക്ക് മനസ്സിലായി തിരുകേശം കരിയാത്ത സംഭവം കിതാബുകളിലൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ തങ്ങൾ ആ തിരുകേശം തീയിൽ കരിയുമോ ഇല്ലയോ എന്ന് ഇവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവര് തീയിൽ ഈ തിരുകേശം ഇട്ടെങ്കിലും അത് എല്ലാ ഷാറുകളും അല്ലെങ്കിൽ നമ്മുടെ കൈകളിലുള്ള ഏതെങ്കിലും ഷാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണെന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയ തിരുകേശങ്ങൾ ഒരിക്കലും തീയിൽ ഇട്ട് നോക്കാൻ പാടില്ല. അത് അദബുകേടാണ്. അദബുകേട് വരാൻ പാടില്ല. ശുദ്ധമല്ലാത്ത കൈ കൊണ്ട്, അഴുക്കുള്ള കൈ അല്ലെങ്കിൽ വൃത്തിയില്ലാത്ത കൈ, നജസുള്ള കൈ, ഈ കൈകളെ കൊണ്ട് ഈ തിരുകേശം എന്ന് പറയപ്പെടുന്ന കേശത്തെ പിടിക്കാൻ പോലും പാടില്ല. അതുവരെ അദബുകേടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ തീ സ്പർശിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അതിനർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തീയിലേക്ക് എടുത്തിടാൻ പാടുണ്ടോ? അദബുകേടല്ലേ? അതാർക്കാ മനസ്സിലാകാത്തത്? അതുപോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൻ്റെ ഭാഗമായ ഷഅർ മുബാറക്ക് തിരുകേശം ഒരിക്കലും അത് തീയിലേക്ക് എടുത്തിടാൻ പാടില്ല. അത് അദബുകേടാണ്. ഈ അദബെന്താ, അദബുകേടെന്താ എന്നുള്ളത് കൽബിൽ മഹബത്തുള്ളവർക്കും പൊതുവേ ബഹുമാനിക്കപ്പെടേണ്ട വസ്തുക്കളോട് എങ്ങനെ പെരുമാറണമെന്നുള്ള അറിവുള്ള ആളുകൾക്ക് ഒക്കെ മനസ്സിലാവും അത് വേണോ വേണ്ടേ എന്നുള്ളത്. അത് കിതാബ് കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലും ചെറിയ സംഭവമാണ് ഷഅർ മുബാറക്ക് തീയിൽ ഇടുക. ഈ തങ്ങളിട്ട് നമുക്ക് തെളിവാക്കാൻ പറ്റൂല. ആ തങ്ങള് ആ രാജാവിനെ വെല്ലുവിളിക്കാൻ വേണ്ടി ചെയ്തതാണ്. അത് നമ്മൾ നോക്കേണ്ടിയില്ല. അത് കരിഞ്ഞില്ല, ഇട്ടപ്പോ കരിഞ്ഞില്ല. അത് നമുക്ക് അതിൻ്റെ അർത്ഥം നമുക്ക് അങ്ങനെ ഇട്ട് നോക്കാന്ന് തെളിവെടുക്കാൻ പാടില്ല. ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെളിവല്ല. പലരും ഞാൻ ചെയ്തു നോക്കി കരിഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കതിന് ധൈര്യമല്ല. തിരുകേശം തീയിലിട്ട് നോക്കാൻ നമുക്ക് ധൈര്യമല്ല. ഇനി അതിന് വേറെ സംഭവം പറയാം. നമ്മുടെ ഫതുഹുൽ മുഈന്, ലോകത്ത് പ്രസിദ്ധമായ പൊന്നാനിയിലെ സൈനുദ്ദീൻ മഖ്ദൂം, ഫതുഹുൽ മുഈന്റെ രചയിതാവ് ചെറിയ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ, അവര് ഉണ്ടാക്കിയ കിതാബാണ് ഇർഷാദുൽ ഇബാദ് ഇലാ സബീലിർ റഷാദ് എന്ന് പറയുന്ന കിതാബ്. ആ കിതാബിൽ അവരൊരു സംഭവം പറയുന്നുണ്ട് ഷഅർ മുബാറക്കിനെ കുറിച്ച്. അതിൽ നമുക്ക് മനസ്സിലാവും ഷഅർ മുബാറക്കിൻ്റെ ബഹുമാനം, അതിനെ ഉണ്ടാകുന്ന തിരുനബിയുടെ സന്തോഷവും തിരുനബിയുടെ പ്രതികരണവും. സൈനുദ്ദീൻ മഖ്ദൂം ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട് ഇർഷാദുൽ ഇബാദിൽ. ഒരു ബിസിനസ്സുകാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ 3 തിരുകേശങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 2 ആൺമക്കളും കുറെ സമ്പത്തുമുണ്ട്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം വഫാത്തായപ്പോൾ 2 ആൺമക്കളാണുള്ളത്, 3 ഷഅർ മുബാറക്കും കുറെ സമ്പത്തുമുണ്ട്. ഇവർ അനന്തര സ്വത്ത് ഓഹരി ചെയ്തപ്പോൾ, ജ്യേഷ്ഠനും അനുജനും അനന്തര സ്വത്ത് ഓഹരി ചെയ്തപ്പോൾ ആകെയുള്ള സമ്പത്തിൻ്റെ പകുതി ഭാഗം ജ്യേഷ്ഠനും പകുതി ഭാഗം അനുജനും എടുത്തു. പിന്നെ 3 ഷഅർ മുബാറക്കുണ്ട്. അതിന് 1 ഷഅർ മുബാറക്ക് ജ്യേഷ്ഠനും 1 ഷഅർ മുബാറക്ക് അനുജനും എടുത്തു. 3-ാമത്തെ കേശം എന്ത് ചെയ്യും? അത് എന്ത് ചെയ്യുന്ന തർക്കമായി. അപ്പൊ ജ്യേഷ്ഠൻ പറഞ്ഞു, 3-ാമത്തെ ഷഅർ മുബാറക്ക് നടുകെ അത് നമുക്ക് മുറിച്ചിട്ട് പകുതിയായി എടുക്കാമെന്ന് അഭിപ്രായപ്പെട്ടു. ജ്യേഷ്ഠന് അതിന് ധൈര്യപ്പെട്ടു. അനുജൻ പറഞ്ഞു, ജ്യേഷ്ഠന് അല്പം മഹബത്ത് കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ തഅലീമും കുറവാണ്. മഹബത്തില്ലാത്തവർക്ക് തഅലീമൊന്നും മനസ്സിലാവില്ല. മഹബത്തും തഅലീമും പരസ്പരം ഒപ്പം നിൽക്കുന്ന സംഗതിയാണ്. തഅലീമുണ്ടായാൽ മഹബത്തുണ്ടാവും, മഹബത്തുണ്ടായാൽ തഅലീമുണ്ടാവും. അത് രണ്ടിലൊന്ന് തിരിയാത്ത ആളുകൾക്ക് രണ്ടും ഉണ്ടാവില്ല, 2 സാധനം ഉണ്ടാവില്ല. അപ്പോൾ ഈ മഹബത്തുള്ള ആളുകൾ ചെയ്യുന്നതും പറയുന്നതും അവർക്ക് ദഹിക്കൂല. ഏതായാലും ഈ ജ്യേഷ്ഠൻ പറഞ്ഞു, 2 പകുതിയാക്കി നമുക്ക് ഓഹരി ചെയ്യാം.
അനുജൻ പറഞ്ഞു, അല്ലാ അതൊരിക്കലും ചെയ്യാൻ പാടില്ല, അത് ഞാൻ ഒരിക്കലും അംഗീകരിക്കൂല എന്ന് പറഞ്ഞു. അപ്പോൾ ജ്യേഷ്ഠൻ പറഞ്ഞു, എന്നാ പിന്നെ എനിക്ക് അത്ര വലിയ ബഹുമാനാണെങ്കിൽ 3 ക്യാഷ് ഒഴിച്ചെടുത്തോ, എനിക്ക് 2 എണ്ണം ഒന്നിൻ്റെ അടുത്ത് 1 എൻ്റെ അടുത്തു, അങ്ങനെ വേണ്ട, 3 ഷെയർ ഒഴിച്ചെന്നെ എടുത്തോ, അതിന് പകരം സമ്പത്ത് ഫുള്ള് ഞാൻ എടുക്കട്ടെ എന്ന് വെച്ചു. പതിനഞ്ച് പറഞ്ഞായിക്കോട്ടെ, എന്നാലും വേണ്ടില്ല, സമ്പത്ത് ഫുള്ള് എടുത്തോ, എനിക്ക് 3 തിരുകേശങ്ങൾ മതി എന്ന് പറഞ്ഞു അനുജൻ. അങ്ങനെ ജ്യേഷ്ഠന് സമ്പത്ത് കൊണ്ടുപോയി. അനുജന് ഈ തിരുകേശം മാത്രം കിട്ടി. അദ്ദേഹം ആ തിരുകേശങ്ങൾ 3 തിരുകേശങ്ങൾ അദ്ദേഹത്തിൻ്റെ കുപ്പായത്തിൻ്റെ കീശയിൽ മാരെടുത്ത് അതിങ്ങനെ വെച്ചു. ഇടയ്ക്കിടയ്ക്ക് അതെടുത്തിട്ട്, മുത്തനബിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന തിരുകേശായിരുന്നല്ലോ ഇത്, ആ മഹബത്തിൽ ഇങ്ങനെ അതിലേക്ക് നോക്കുകയും തിരുനബിയെ കാണുന്നത് പോലെ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലുകയും ചെയ്യും. അതാണ് തിരുകേശത്തേക്ക് നോക്കി സ്വലാത്ത് ചൊല്ലുന്നത് വലിയ പുണ്യകർമ്മമാണ് എന്ന് ഇമാമിങ്ങൾ പറഞ്ഞതായി കാണും. തിരുകേശം കാണുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. തിരുകേശം മുത്തുനബിയുടെ ഒരു ഭാഗമായതുകൊണ്ട് മുത്തുനബിയിലേക്ക് നോക്കിയിട്ടാണ് ഞാൻ സ്വലാത്ത് ചൊല്ലുന്നത് എന്നുള്ള നിലക്ക് തന്നെ സ്വലാത്ത് ചൊല്ലാം. ആ അനുജൻ മുത്തുനബിയുടെ മുഹിബായ മനുഷ്യന് ഈ 3 തിരുകേശങ്ങൾ ഇടയ്ക്കിടെ എടുത്ത് തിരുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അല്ലാഹു തആല ആ അനുജന്റെ സമ്പത്തിൽ അല്ലാഹു തആല ബർക്കത്ത് കൊടുത്തു. ഉപ്പയുടെ സമ്പത്തൊന്നും കിട്ടിയിട്ടില്ല, പക്ഷേ അദ്ദേഹത്തിനിക്ക് അല്ലാഹു തആല വലിയ ബർക്കത്ത് കൊടുത്തു. അദ്ദേഹം വലിയ ധനികനായി, അറിയപ്പെട്ട ധനികനായി മാറി അനുജൻ. ജ്യേഷ്ഠന്റെ സമ്പത്ത് അല്ലാഹു തആല ബർക്കത്തിൽ ഊരപ്പെട്ട് അത് നശിച്ച് അദ്ദേഹം പാപ്പർ സൂട്ടുപോയി. മാത്രല്ല അനുജൻ മരിച്ചു. അനുജൻ മരിച്ച ശേഷം സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു മഹാന് അനുജനെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ഒപ്പം സ്വപ്നത്തിൽ കാണും. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഈ സ്വാലിഹ മനുഷ്യനോട്, നീ ജനങ്ങളോടെല്ലാവരോടും അറിയിക്കണം, ആർക്കെങ്കിലും അള്ളാഹുവിൽ നിന്ന് എന്തെങ്കിലും ഒരു ആവശ്യം ലഭിക്കാനുണ്ടെങ്കിൽ, എന്തെങ്കിലും മുറാദ് ഹാസുലാവാനുണ്ടെങ്കിൽ ഈ മനുഷ്യൻ്റെ ഖബറിൻ്റെ അടുത്ത് വരികയും എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആവശ്യം പറഞ്ഞ് ദുആ ചെയ്യുകയും ചെയ്താൽ അല്ലാഹു തആല ആ ആവശ്യം നിർവഹിച്ചു കൊടുക്കുന്ന ജനങ്ങൾക്ക് അറിയിപ്പ് കൊടുക്കണം. അത്രയും വലിയ സ്ഥാനത്ത് മുത്തുനബിക്ക് ഉയർത്താൻ കഴിയും. അപ്പോൾ ഔലിയാക്കൾക്കുണ്ടാകുന്ന സ്ഥാനത്തേക്ക് മുത്തുനബി ആ മനുഷ്യനെ ഉയർത്തി. മുത്തുനബിയുടെ ഷാർ മുബാറക്കിനെ ബഹുമാനിച്ചതുകൊണ്ട്. അങ്ങനെ ചരിത്രത്തിൽ കാണാം, ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാ ഇർഷാദിൽ പറയാണ്, അതിനുശേഷം പിന്നെ ജനങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ ഖബറിൻ്റെ അടുത്തേക്ക് വരികയും അവിടെ വെച്ച് ദുആ ചെയ്യുകയും അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുകയും ചെയ്യും. മാത്രമല്ല ഏത് വലിയ മഹാന്മാര് ആ ഖബറിൻ്റെ അരികെ പോയാലും ആ ഖബറിൻ്റെ അടുത്തെത്തിയാൽ അവിടെ വാഹനത്തിൽ നിന്ന് ഇറങ്ങി അവർ കാൽനടയായി ആണ് അല്പം സഞ്ചരിക്കുക. ഇങ്ങനെ വലിയ സ്ഥാനത്തേക്ക് ആ മനുഷ്യൻ എത്തിയെന്ന് കാണാം. ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചത്? ഇവിടെ ഷാർ മുബാറക്ക് അത് തീയിലിടുക, അങ്ങനെ അത്ര വലിയ അദബുകേട് കാണിച്ചിട്ടില്ല. അത് ബഹുമാനക്കേടാണ്, അത് ചെയ്യൂല എന്നല്ല അദ്ദേഹം പറഞ്ഞത്. ഷാർ 2ആയി ഓഹരി ചെയ്യാൻ വേണ്ടി മുറിക്കുക, ഒരു കത്രിക എടുത്ത് മുറിക്കുക. ഇപ്പൊ തീയൊന്നും അവിടെ കാണിക്കുന്നില്ല, പക്ഷെ അതുപോലത്തെ സംഭവമാണ് മുറിക്കുക എന്ന് പറയുന്നത്. ആ മുറിക്കല് അദബ് കേടായതുകൊണ്ട് ഞാൻ അത് ചെയ്യൂല എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു തആല അത് കണ്ടു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ബഹുമാനം മുത്തുനബി സ്വീകരിച്ചു. അദ്ദേഹത്തിന് വലിയ ബർക്കത്തുണ്ടായി. അതുകൊണ്ട് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, തിരുകേശം പരിശോധിക്കാൻ വേണ്ടി, മുത്തുനബിയുടേതാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഒരിക്കലും അത് തീയിലിടാൻ പാടില്ല, തീയിലിട്ട് നോക്കാൻ അത് പാടില്ല. എന്നാൽ ഈ തിരുകേശത്തിന് നിഴലുണ്ടോ എന്ന് നോക്കാൻ പാടുണ്ടോ? വലിയ മഹബത്തും ഇഷ്കുള്ള ആളുകൾ അതിന് നിഴലുണ്ടോ എന്ന് വരെ
നോക്കാറില്ല. നീലുണ്ടോ എന്ന് പരിശോധിക്കുന്നത് തെറ്റൊന്നല്ല, അത് അതപകേടോ എന്നൊന്നും പറഞ്ഞുകൂടാ. നീലുണ്ടോ എന്ന് നോക്കാം. മറ്റൊരു വലിയ ലൈറ്റ് ആ ലൈറ്റിൻ്റെ മുന്നിൽ കാട്ടുമ്പോൾ ഇതിന് നീലുണ്ടോ എന്ന് വേണമെങ്കിൽ പരിശോധിക്കാം. പരിശോധിച്ചിട്ട് നീലുണ്ട് എന്ന് കണ്ടാലോ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ സൂക്ഷിക്കപ്പെട്ട ചില തിരുകേശങ്ങൾക്ക് തീരെ നീലില്ല, ചില തിരുകേശങ്ങൾക്ക് നീലുള്ളതായിട്ടും കാണുന്നുണ്ട്. അപ്പൊ നീലില്ലാത്ത തിരുകേശത്തെക്കുറിച്ച് നാം ഒന്നും പറയേണ്ടതില്ല, അത് അത്ഭുതം തന്നെ, മുഅ്ജിസത്ത് തന്നെ. നീലുള്ളതിനെ കുറിച്ച് എന്താ നമ്മൾ പറയേണ്ടത്? നീലുള്ള ഷഅർ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത് അല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറഞ്ഞുകൂടാ. എന്തുകൊണ്ട്? പല കാരണങ്ങളും അവിടെ ഉണ്ട്, പല സാധ്യതകളും അവിടെ ഉണ്ട്. ഒന്നാമത്തെ സാധ്യത, ഷഅർ മുബാറക്കിന് കാണുന്ന ഈ അത്ഭുതങ്ങൾ അത് ചിലപ്പോൾ സൂക്ഷിച്ചു വെക്കുന്ന വ്യക്തിയുടെ അവസ്ഥക്കനുസരിച്ച് അതിന് വ്യത്യാസം ഉണ്ടാവാം. സൂക്ഷിച്ചു വെക്കുന്ന വ്യക്തി വലിയ മഹാനാണെങ്കിൽ അതിനനുസരിച്ച്, അതാണല്ലോ എല്ലാവരുടെ അടുത്തുള്ള ഷഅർ അതിങ്ങനെ നീണ്ടു വരുന്നില്ലല്ലോ. ഇപ്പൊ ലത്തീഫിയയിൽ, വേലൂരിലെ ലത്തീഫിയ കോളേജിൽ സൂക്ഷിക്കപ്പെട്ട ഷഅർ എനിക്ക് അതിന് നീലില്ല എന്ന് കണ്ട ആളുകൾ പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. പക്ഷെ അതിങ്ങനെ നീണ്ടു വരുന്നില്ലല്ലോ. എന്നാൽ ചിലയിടത്ത് സൂക്ഷിക്കപ്പെട്ട ഷഅർ അത് നീണ്ട് എത്രയോ 20 മുഴം ഒക്കെ നീണ്ടതായി രേഖകളിൽ കാണാം, കിതാബുകളിൽ തന്നെ കാണാം. അപ്പം അത് എല്ലാ ഷഅറും അങ്ങനെ നീളുന്നതായിട്ട് നാം കാണുന്നില്ല, എല്ലാ ഷഅറും അനങ്ങുന്നതായിട്ടും കാണുന്നില്ല. എല്ലാ ഷഅർ മുബാറക്കിനും ഇതളുകൾ ഉള്ളതായിട്ടും കാണുന്നില്ല, ചിലതിനേ ഉള്ളൂ. ഇതളുകൾ കാണാത്ത അല്ലെങ്കിൽ നീളാത്ത അല്ലെങ്കിൽ അനങ്ങാത്ത തിരുകേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത് അല്ല നമുക്ക് പറയാൻ പറ്റൂലല്ലോ. അപ്പം പിന്നെന്താ, അത് സൂക്ഷിക്കപ്പെട്ട സ്ഥലത്തിൻ്റെയോ വ്യക്തിയുടെയോ അല്ലെങ്കിൽ അത് ആദ്യം വന്ന റൂട്ടിൻ്റെയോ പ്രത്യേകത ആയിരിക്കാമെന്ന് മനസ്സിലാക്കുക. ഇത്രയേ ഉള്ളൂ. ഒരു കാര്യം അതാണ്. മറ്റൊരു സാധ്യത, ഒരു പക്ഷേ ഈ നിഴല് കാണപ്പെടുന്ന തിരുകേശം അത് യഥാർത്ഥ തിരുകേശത്തിൽ നിന്നും പിരിഞ്ഞുണ്ടായതാവാം. പിരിഞ്ഞുണ്ടായതാവുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യഥാർത്ഥ ശരീരത്തിൽ ഉണ്ടായ ഉത്ഭവിച്ച ഷഅറല്ലല്ലോ, അതിന് ഒരു പക്ഷേ നിഴലുണ്ടാവാം. അങ്ങനെയും സാധ്യത ഉണ്ട് എന്ന് ഞാൻ പറയല്ല, അതിനും നിഴലില്ലാതിരിക്കാം, ഉണ്ടാവാം, രണ്ടും സാധ്യതയുണ്ട്. പിന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഅർ മുബാറക്കിന് അല്ലെങ്കിൽ തിരുനബിക്ക് തന്നെ നിഴലില്ല എന്നുള്ളത് അത് ആകാശം മുകളിലാണ് എന്ന് പറഞ്ഞതുപോലെയുള്ള രേഖകളെ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമല്ല. അള്ളാഹു ഒരുവനാണ് എന്ന് പറയുന്നതിന് രേഖ അത് ഒരിക്കലും പൊളിക്കാൻ പറ്റാത്ത രേഖയാണ്, 100% ഉറപ്പുള്ള രേഖ. അങ്ങനത്തെ രേഖകളെ കൊണ്ട് തെളിഞ്ഞതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശരീരത്തിന് നിഴലില്ല എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ മുത്തവാത്തിറായി, മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും കളവാകാൻ സാധ്യതയില്ലാത്ത ഹദീസ്, ആ ഹദീസ് കൊണ്ട് റിപ്പോർട്ട് കൊണ്ട് തെളിഞ്ഞതല്ല അത്. അങ്ങനെയുള്ള ഹദീസ് എവിടെ? ബുഖാരിയിലുള്ള ഹദീസ് മുത്തവാത്തിറ. ബുഖാരി, മുസ്ലിം അല്ലെങ്കിൽ സിഹാഹു സിത്ത എന്ന് പറയുന്ന 6 ഹദീസിൻ്റെ പ്രബലമായ ഗ്രന്ഥങ്ങളും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാന്ന് വെച്ചോളി. 6 ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്, അതിൻ്റെ അപ്പുറത്തുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട് ഹദീസ്. പക്ഷേ അതുകൊണ്ട് ആ ഹദീസ് മുത്തവാത്തിർ ആയിക്കൊള്ളുന്നില്ല. ഹദീസ് മുത്തവാത്തിർ ആകുമ്പോൾ മാത്രമേ അത് 100% ഉറപ്പിക്കാൻ പറ്റൂ എന്ന് പറയൂ. പ്രബലമായ ഹദീസാണ്. ഒരൊറ്റ മുഹദ്ദിസും ആ ഹദീസ് ലഈഫാണ്, അപ്രബലമാണ് എന്ന് പറഞ്ഞിട്ടില്ല, ദുർബലമാണ് എന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞോലൊക്കെ ഹദീസ് ബലപ്പെട്ട ഹദീസാന്നാണ് പറഞ്ഞത്. പക്ഷേ ഹദീസ് മുത്തവാത്തിറല്ല. മുത്തവാത്തിർ എന്ന് എപ്പോഴാണ് പറയാ? മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും കളവാകാൻ ഒരു സാധ്യതയില്ല. ഇപ്പോൾ മക്കയുണ്ട് എന്നുള്ള വിവരം അത് മുത്തവാത്തിർ എന്നതിനെ പറ്റി പറയാം. അനേകായിരങ്ങൾ എണ്ണമറ്റ ആളുകൾ മക്കയിൽ പോയി വന്ന് പറയുന്നുണ്ട് മക്ക ഉണ്ട്, അത് കളവാകാൻ ഒരിക്കലും സാധ്യതയില്ല. അങ്ങനത്തെ ഒരു റിപ്പോർട്ടല്ല, അങ്ങനത്തെ ഒരു വിവരമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴലില്ല എന്ന് പറയുന്നത്.
മറിച്ച് അത് പല സ്വീകാര്യയോഗ്യമായ പല ഹദീസുകളിലൂടെയും റിപ്പോർട്ടുകളിലൂടെയും സ്ഥിരപ്പെട്ട ഒരു സംഭവമാണ്. അപ്പോൾ മുത്തവാത്തിർ അല്ലാത്ത വിഷയങ്ങളാകുമ്പോൾ, അത് ബുദ്ധിപരമായിട്ട് സ്ഥിരപ്പെടാത്ത വിഷയമാകുമ്പോൾ, ഇത് ബുദ്ധിപരമായിട്ട് സ്ഥിരപ്പെട്ട കാര്യമല്ലല്ലോ, അത് റിപ്പോർട്ടിലൂടെ വരേണ്ട സംഗതിയാണ്. അങ്ങനത്തെ കാര്യമാകുമ്പോൾ അതിന് എതിര് വന്നാൽ, ആ എതിര് വന്ന കാര്യം കൊണ്ട്, കാരണം കൊണ്ട് എന്ന് പറഞ്ഞാൽ ഷഹർ മുബാറക്കിന് നിയല് കണ്ട കാരണം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത് അല്ല ഈ ഷഹർ മുബാറക്ക് എന്ന് ഒരിക്കലും പറയാൻ പറ്റൂല. നിയലി ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു ഷഹർ മുബാറക്കിന് ഒരു പ്രത്യേകത ഉണ്ട് നമുക്ക് വിശ്വസിക്കാം. ശരി, നിയല് ഉള്ളത് കൊണ്ട് ഇത് നബി തങ്ങളുടേത് അല്ല എന്ന് നമുക്കൊരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റൂല. ഉറപ്പിച്ച് പറയണമെങ്കിൽ ഈ നിയലില്ലാതിരിക്കണം എന്ന് പറയുന്ന ആ സവിശേഷത അത് അവിതർക്കിതമായി ഒരിക്കലും നിഷേധിക്കാൻ പറ്റാത്ത, അനിഷേധ്യമായി സ്ഥിരപ്പെട്ട, മുത്തവാത്തിറായി സ്ഥിരപ്പെട്ട ഒരു സംഭവമായിരിക്കണം. അങ്ങനെ മുത്തവാത്തിറായി സ്ഥിരപ്പെട്ട സംഭവം അല്ലാതെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജനിച്ചു, മദീനയിൽ വഫാത്തായി, ഇതൊക്കെ അവിതർക്കിതമായി സ്ഥിരപ്പെട്ട, നിഷേധിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അതുപോലെ സ്ഥിരപ്പെട്ട കാര്യം അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിയലില്ല എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 12 ജനിച്ചു എന്ന് പറഞ്ഞത് പോലും മുത്തവാത്തിർ കൊണ്ട് സ്ഥിരപ്പെട്ടതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിങ്കളാഴ്ച ജനിച്ചു, അത് പ്രബലമായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാ. പക്ഷെ തിങ്കളാഴ്ച ജനിച്ചു എന്ന് പറയുന്നത് അനിഷേധ്യമായി സ്ഥിരപ്പെട്ടതല്ല. അതുകൊണ്ട് തിങ്കളാഴ്ച അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത്, വെള്ളിയാഴ്ചയായിരുന്നു എന്ന് പറഞ്ഞാൽ കാഫിറാകുന്നില്ല. അതുപോലെ ഒരു വിഷയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിയലില്ല എന്ന് പറഞ്ഞത്. അപ്പം നിയലുള്ളതായിട്ട് ഏതെങ്കിലും കേശങ്ങൾക്ക് നിയലുള്ളതായി സ്ഥിരപ്പെട്ടത് കൊണ്ട് അത് പ്രവാചകരുമായി ബന്ധമുള്ളത് അല്ല എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. ഇനി മറ്റൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കേശമാണ് എന്ന് പറയാൻ അതിൻ്റെ മാനദണ്ഡം എന്താണ്? എന്താണ് ഇതിൻ്റെ മാനദണ്ഡം? ഒരു കേശത്തെക്കുറിച്ച് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെന്ന് നാം വിശ്വസിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് ആകുമ്പോൾ ഉണ്ടാവേണ്ട ബഹുമാനവും ആദരവും മര്യാദകളുമൊക്കെ ആ ഷാറിനോട് കാണിക്കണമെങ്കിൽ ആ ഷാർ തിരുനബിയുടേതാണെന്ന് പറയാനുള്ള മാനദണ്ഡം എന്താണ്? ഇമാമിങ്ങൾ അതിനെക്കുറിച്ച് എന്താ പറഞ്ഞത്? ചിലരൊക്കെ പറയും അതിന് പ്രബലമായ സനദ്, ഇന്നാലിന്ന വ്യക്തി അബൂ ത്വൽഹത്തുൽ അൻസാരി സാബിത്തുൽ ബുനാനിക്ക് കൊടുത്തു, സാബിത്തുൽ ബുനാനി ഹസൻ ബസരിക്ക് കൊടുത്തു, ഇങ്ങനെ ഹസൻ ബസരി അദ്ദേഹത്തിൻ്റെ മകന് അല്ലെങ്കിൽ ശിഷ്യന് കൊടുത്തു, അദ്ദേഹം മറ്റൊരാൾക്ക് കൈമാറി. അങ്ങനെ ഇപ്പോൾ ഷഹർ മുബാറക്ക് ആരെടുത്തുണ്ടോ അദ്ദേഹം വരെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കൈമാറിയ ആ പരമ്പര ലഭിച്ചാൽ മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ എന്ന് ചിലരെങ്കിലും ഇപ്പോൾ വിശ്വസിക്കുകയും പ്രസംഗിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട്. അത് വിഡ്ഢിത്തരമാണ്, അത് വിഡ്ഢിത്വമാണ്, അത് അജ്ഞതയാണ്. അങ്ങനെ ഒരൊറ്റ ഇമാമും പറഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ട്, ധാരാളം കിതാബുകൾ നോക്കി പഠിച്ചിട്ടുണ്ട്. ഒരു ഇമാമും അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശങ്ങളോ അവിടുത്തെ വസ്ത്രങ്ങളോ അവിടത്തോട് ബന്ധപ്പെട്ട ആസാറു ഷരീഫത്ത് അവയ്ക്ക് സനദ് ഉണ്ടായാൽ മാത്രമേ അതിനെ ബഹുമാനിക്കാവൂ, അതിനെ ആദരിക്കാവൂ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാവൂ എന്ന് ഒരൊറ്റ ഇമാമും പറഞ്ഞിട്ടില്ല. എന്നാൽ പിന്നെ ഏതെങ്കിലും ഇമാമിങ്ങൾ സനദ് ഇല്ലാത്ത, പരമ്പര ഇല്ലാത്ത, പരമ്പര ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ അത് തിരുകേശാകുക? അത് പറഞ്ഞു വരുന്നുണ്ട്, ജനങ്ങളൊക്കെ പറയുന്നുണ്ട് ഇന്ന സ്ഥാപനത്തിലൊരു തിരുകേശുണ്ട്, ആ സ്ഥാപനത്തിൻ്റെ രക്ഷകർത്താക്കളും അതിൻ്റെ മാനേജ്മെൻറ്റും പറഞ്ഞു വരുന്നുണ്ട് ഈ ഷഹർ മുബാറക്ക് ഞങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ്, ഇത് തിരുനബിയുടേതാണെന്ന് പറഞ്ഞ് കിട്ടിയതാണ്. അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കയ്യിൽ ഇന്നാലിന്ന തങ്ങൾ എനിക്ക് തന്നതാണ്, തിരുനബിയുടെ ഷഹർ എന്ന് പറഞ്ഞ വലിയ ബഹുമാനത്തിൽ തന്നതാണ്, ഞാനത് സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ പിതാക്കളിൽ നിന്ന് കിട്ടിയതാണ്,
അതന്നെ തെളിവ്. അല്ലാതെ ഇനിയിപ്പോൾ അതിന് പരമ്പരയൊക്കെ യഥാർത്ഥത്തിൽ ഉണ്ടെങ്കിലും അതൊക്കെ എഴുതി വെക്കുന്നവരൊക്കെ കുറവായിരിക്കും. അതൊരു വിവാദമാകേണ്ട വിഷയമല്ലല്ലോ. അതിങ്ങനെ കുടുംബപരമായിട്ട് അവർ കൈമാറി വരുന്നതാണ്. അതിൻ്റെ സനതൊന്നും പരമ്പരയൊന്നും എഴുതി വെച്ചിട്ടില്ല. ഇതിലെ ഷാർ മുബാറക്കിൻ്റെ പരമ്പരനെ കുറിച്ച് പറയുന്നത് എത്ര തങ്ങന്മാർ നമ്മുടെ നാടുകളിലൊക്കെ തന്നെ അവരുടെ ഉപ്പാൻ്റെ ഉപ്പ അതറിയാം, ഉപ്പാൻ്റെ ഉപ്പാൻ്റെ പേര് അറിയൂല, പരമ്പര അറിയൂല. പരമ്പര അറിയാത്തത് കൊണ്ട് ഇത് തങ്ങളല്ല എന്ന് പറഞ്ഞാൽ തള്ളാൻ പറ്റുമോ? മുത്തനബിൻ്റെക്ക് ഇന്ന് വെറുപ്പ് സമ്മാനിക്കേണ്ടി വരും. കാഫിറാജത്തു മുത്തനബിൻ്റെ യഥാർത്ഥ മക്കളിൽപ്പെട്ട ഒരാളെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പരമ്പര ഇല്ലാത്തതുകൊണ്ട് ഇവൻ തങ്ങളല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആക്ഷേപിക്കുകയോ തള്ളുകയോ ചെയ്താൽ അങ്ങനെ ചില സ്വഭാവം തങ്ങന്മാരിൽപ്പെട്ട ചില ആളുകൾക്ക് തന്നെ ഉണ്ട്. അവരൊരിക്കലും ചെയ്യാൻ പാടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബഹുമാനത്തിൻ്റെയും മഹബത്തിൻ്റെയും ആദരവിൻ്റെയും കുറവായി ഗണിക്കപ്പെടും. അദ്ദേഹം വിശ്വസിക്കുന്നു, പറയുന്നു ഞാൻ തങ്ങൾ കുടുംബത്തിൽ പെട്ട ആളാണ്. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ നാം അത് അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടിയതെന്ന പൊതുവെയുള്ള നിയമം. എനിക്ക് ആ തങ്ങന്മാർക്ക് കൊടുക്കുന്ന സംഭാവനകളൊന്നും നീ കൊടുക്കുന്നില്ല, കൊടുക്കണ്ട, പക്ഷേ അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ പോകരുത്. അപ്പൊ പല തങ്ങന്മാർ യഥാർത്ഥ അഹ്ലു ബൈത്തിൽപ്പെട്ട ആളുകൾക്ക് വരെ അവരുടെ സനദുകൾ ഉണ്ടായിട്ടും അവർ എഴുതി വെക്കാതെ വന്നു. പലർക്കും അറിയൂല. അടുത്ത കാലത്തൊക്കെ ചിലർ അത് സംഭവം എഴുതി വെക്കുന്ന ഒരു സ്വഭാവം സ്വീകരിച്ചപ്പോൾ അതൊക്കെ ഒക്കെ പരിശോധിച്ച് പിടിച്ച് ചിലരൊക്കെ ഇപ്പം എഴുതി വെക്കൽ തുടങ്ങി. അതുപോലെ തന്നെയാണ് ഒരു കുടുംബത്തിൽ ഷാർ തിരുകേശം അവരിങ്ങനെ പരമ്പരാഗതമായി വാപ്പപ്പമാർ അങ്ങനെ സൂക്ഷിച്ച് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉസ്താദുമാരിങ്ങനെ സൂക്ഷിച്ച് അങ്ങനെയും വരുന്നുണ്ടെങ്കിൽ ഒരു ഷെയ്ഖ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനെടുത്തു, ശിഷ്യന് പിന്നെ അടുത്ത ശിഷ്യന് കൊടുക്കും. അങ്ങനെ ഉസ്താദുമാരുടെ ശൃംഖലയിലൂടെ സൂക്ഷിച്ചു വരുന്ന കേശങ്ങളും ഉണ്ട്. സ്ഥാപനങ്ങളിലൊക്കെ സൂക്ഷിച്ചു വരുന്ന കേശങ്ങളും ഉണ്ട്. അതിൻ്റെയും പരമ്പരകൾ, റിപ്പോർട്ടുകൾ, സനത് എഴുതി വെക്കണമെന്നില്ല, അറിഞ്ഞോളണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ സനത് ലഭിക്കാത്ത, ഇനി സനത് ലഭിച്ചിട്ടും കാര്യമില്ല, സനത് ലഭിക്കുമ്പോൾ എങ്ങനത്തെ സനത് ലഭിക്കണം? വിശ്വസ്തരായ ഹദീസ് അംഗീകരിക്കാൻ വേണ്ട റിപ്പോർട്ടുണ്ട് സനത്. ആ സനദിന് ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത വ്യക്തികളായിരിക്കണം എന്നാണ് നിയമം. അങ്ങനത്തെ റിപ്പോർട്ടർമാരെ കിട്ടണ്ടേ, അങ്ങനത്തെ പരമ്പര കിട്ടണ്ടേ. ഷാറൂഖ് ബാറക്ക് അങ്ങനത്തെ പരമ്പരയുള്ള ഷാറൂഖ് ബാറക്ക് ലോകത്തെ എവിടെയുള്ളത്? അങ്ങനത്തെ പരമ്പരയുള്ള ഷാറൂഖ് ബാറക്ക് ആരുടെ കയ്യിലുണ്ട്? ഹദീസിന് പറയുന്ന ഇമാം ബുഖാരിക്ക് ഹദീസ് പറയുന്ന അതേ റിപ്പോർട്ടുമാരുള്ള സനദിലുള്ള ഷാറൂഖ് ബാറക്ക് എവിടെയെങ്കിലും ഉണ്ട് എന്ന് ഞാൻ എവിടെയും കേട്ടിട്ടും കണ്ടിട്ടുമില്ല. കിതാബിലൊക്കെ ഷാറൂഖ് ബാറക്കിനെ പറ്റി പറയുന്നുണ്ട്, പക്ഷെ അതിന് സനദ്, അങ്ങനത്തെ ഒരു സനദ് എവിടെയും പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല. എന്നാൽ ഏതെങ്കിലും ഇമാമിങ്ങൾ സനദ് ഇല്ലാത്തതിനെയും ബഹുമാനിക്കണം, സനദിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. എത്ര ആളുകൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യക്കാരനായ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു പണ്ഡിതനായിരുന്നു പിന്നെ അഹമ്മദ് റിളാ ഖാൻ, അയല ഹസ്രത്ത്. അഹമ്മദ് റിളാ ഖാനോട് ഒരു ചോദ്യം അവരുടെ ഫതാവയിൽ ബദ്റുൽ അൻവാർ ഫി ആദാബിൽ ആസാർ എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിൽ അഹമ്മദ് റിളാ ഖാൻ പറയുന്നതായി കാണാം. അദ്ദേഹത്തിൻ്റെ അൽ അതായ നബവിയ ഫിൽ ഫതാവർ റളവിയ എന്ന് പറയുന്ന ഫതാവയിൽ 21-ാം വാള്യം 414-ാമത്തെ പേജിൽ ഒരു ചോദ്യമുണ്ട്. ഇന്ന് ജനങ്ങളെ കയ്യിൽ കുറേ ഷാറൂഖ് ബാറക്കുകളൊക്കെ ഉണ്ടല്ലോ, അത് ഹൽ തുസാറുൽ ആസാറുൽ മുബാറക്കത്തുല്ലത്തി യഅതി ബിഹാ ബഅദുൻ നാസ് ബിലാ സനദിൻ അംല, സനദൊന്നും ഇല്ലാതെ ജനങ്ങൾ കൊണ്ടുവരുന്ന ആസാറുകൾ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആസാറു ഷരീഫത്താണ്, ഷഅറാണ്, അല്ലെങ്കിൽ അവിടുത്തെ വസ്ത്രത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞ് പലതും കൊണ്ടുവരുന്നതിനെ പുണ്യം കരുതി സിയാറത്ത് ചെയ്യാൻ പറ്റുമോ? അത് ബർക്കത്തെടുക്കാൻ പറ്റുമോ അതോ പറ്റില്ല എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിന് അവർ മറുപടി കൊടുത്തത് വലിയ പ്രസ്താവനയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഞാൻ വായിക്കാം. വഖദ് സ്വറഹത്ത് അഇമ്മത്തുദ്ദീനിൽ ഇളാം, ദീനിൻ്റെ വലിയ പണ്ഡിതന്മാർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ബി അന്ന തഅലീമ വൽ ഇഹ്തിറാമ വത്തബറുക,
ആസാറു ഷരീഫത്തിനെ ബഹുമാനിക്കുന്നതും അതിനെ ആദരിക്കുന്നതും അതുകൊണ്ട് ബറക്കത്തെടുക്കുന്നതും ലാ യഹ്താജു ഇലാ അയ്യി സനദിൻ, അതിന് യാതൊരു സനദിൻ്റെയും ആവശ്യമില്ല. ബൽ ഇദഷ്തഹറത്ത് നിസ്ബത്തുഹു ഇലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ആസാറു ഷരീഫ് അല്ലെങ്കിൽ ഷഅറു മുബാറക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർത്തി പറയുന്നതായി പ്രസിദ്ധമായാൽ കാന തഅലീമുഹു, അതിനെ ബഹുമാനിക്കൽ മിൻ ശആഇരിദ്ദീൻ, അത് ദീനിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. അതിന് തെളിവ് വേണ്ട ആവശ്യമില്ല. ബഹുമാനിക്കാൻ എന്തിനാ തെളിവ്? ഒരാളെ കുറിച്ച് പറയുന്നത് കേട്ടു അദ്ദേഹം ഒരു തങ്ങളാണ്, അദ്ദേഹത്തെ ബഹുമാനിക്കാം. ഒരാളെ കുറിച്ച് പറയുന്നത് കേട്ടു അദ്ദേഹം വലിയൊരു മഹാനാണ്, അദ്ദേഹത്തെ ബഹുമാനിക്കാൻ തന്നെ പിശുക്ക്. അദ്ദേഹം മഹാനാണ് എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കാലോ, അത് പിശുക്കേണ്ട ആവശ്യമില്ല. ഫമിൻ ഇഅ്ലാമിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്ലാമു ജമീഇ അസ്ബാബിഹി ഔ മാ ലമസഹു ഔ ഉരിഫ ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമാണ് നബി തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനെയും, അവിടുത്തെ സ്പർശിച്ച എല്ലാറ്റിനെയും, അവിടത്തോട് കൂട്ടിപ്പറയുന്ന എല്ലാറ്റിനെയും ബഹുമാനിക്കുക എന്ന് പറയുന്നത്. എന്നിട്ട് അതിന് തെളിവായിട്ട് മറ്റൊരു തെളിവായി അല ഹസ്രത്ത് അഹമ്മദ് റിളാ ഖാൻ ബറേലി അവർ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് സനത് ചോദിക്കുന്നത്? ഷഅറു മുബാറക്കിനെയും ആസാറു ഷരീഫിനെയും ബഹുമാനിക്കാൻ. ഞാനൊരു തെളിവ് പറയാം. ഇന്ന അയിമ്മത്ത് ദീനി വൽ ഉലമാ, ദീനിൻ്റെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ, ഇമാമിങ്ങൾ, എത്രയോ ഇമാമിങ്ങൾ, അൽ മുഅവ്വല അലൈഹിം, ലോകത്ത് അവലംബിക്കപ്പെടുന്ന ഇമാമിങ്ങൾ, കാനു യുഅല്ലിമൂന മിസാലൻ നഅലി ശരീഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെരുപ്പിൻ്റെ മാതൃക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സനദോട് കൂടെ കിട്ടിയ ചെരുപ്പല്ല, ആ ചെരുപ്പിനെ ബഹുമാനിക്കണം. ആ ചെരുപ്പല്ല, ആ ചെരുപ്പിൻ്റെ മോഡൽ നിർമ്മിക്കപ്പെട്ട തോലിൽ നിന്നോ മരങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ പേപ്പർ കൊണ്ടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെരുപ്പിൻ്റെ അതേ മോഡൽ, അതിൻ്റെ ആകൃതി വരച്ചുണ്ടാക്കിയത് അല്ലെങ്കിൽ മുറിച്ചുണ്ടാക്കിയത്, അതിനെ ബഹുമാനിക്കണം എന്ന് ഇമാമിയങ്ങൾ പറഞ്ഞിട്ടില്ലേ? വകാനത്ത് തഹ്സുലു ലഹും മിആത്തുൽ ഇംദാദാത്ത്. അങ്ങനെ ഈ നഅലി ശരീഫത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെരുപ്പിൻ്റെ മാതൃക, ആ മാതൃക പലരും അതിനെ കൊണ്ടു നടക്കാറുണ്ട്, അതിനെ ബഹുമാനിക്കാറുണ്ട്. അതുകൊണ്ട് ഫലവുമുണ്ട്. അത് കൊണ്ടു നടന്നാൽ, നമ്മുടെ ശരീരത്തിൽ ചുമന്നുകൊണ്ട് നടന്നാൽ, കുപ്പാക്കി ശൈലോ അല്ലെങ്കിൽ തലീക്കെട്ടിൻ്റെ ഉള്ളിലൊക്കെ വെച്ചാൽ, അല്ലെങ്കിൽ തുന്നിപ്പിടിപ്പിച്ചാൽ, അല്ലെങ്കിൽ തൊപ്പിയിൽ ആ തുന്നിക്കൊണ്ട് ആ ഒരു രൂപം വരച്ചാൽ അതിന് ബഹുമാനമുണ്ട്. അദ്ദേഹത്തിന് വലിയ ബർക്കത്തുണ്ടാവും, ഐശ്വര്യം ഉണ്ടാവും, ആഫാത്ത് മുസീബത്ത് എന്നൊക്കെ കാക്കപ്പെടുമെന്ന് കാണാം. അതുകൊണ്ട് വലിയ അത്ഭുതങ്ങൾ കിട്ടിയ ആളുകളുണ്ട്. അതിനെക്കുറിച്ച് തന്നെ 50-ൽ പരം ഗ്രന്ഥങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെരുപ്പല്ല, ചെരുപ്പിൻ്റെ മാതൃകയിൽ നിർമ്മിക്കപ്പെട്ട വസ്തുവിനെ ബഹുമാനിക്കുന്നതിനുണ്ടായ അത്ഭുതങ്ങളും അതുകൊണ്ട് കിട്ടിയ കാര്യങ്ങളൊക്കെ പറയുന്ന കിതാബുകൾ 50-ൽ പരം കിതാബുകളിൽ 50-ൽ പരം മഹാന്മാർ അതിനെക്കുറിച്ച് കിതാബ് എഴുതിയിട്ടുണ്ട്. ഒന്നിപ്പോൾ വായിക്കാൻ ഇവിടെ സമയമില്ല, അതുകൊണ്ട് ഇപ്പോൾ വായിക്കുന്നില്ല. ആ വിഷയം ഇൻഷാ അല്ലാഹ് നമ്മളെ മൗലിദുൽ ഹുസ്നൈനിയുടെ മറ്റൊരു ഭാഗത്ത് വരുന്നുണ്ട്, അവിടെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് പറയാം. അപ്പോൾ വകാനത്ത് തഹ്സുലു ലഹും മിആത്തുൽ ഇംദാദാത്ത്, പ്രഗത്ഭരായ ലോകത്ത് അവലംബിക്കപ്പെടാവുന്ന ഇമാമിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെരുപ്പിൻ്റെ മാതൃകയെ ബഹുമാനിച്ചിട്ട് അത് കൊണ്ടു നടന്നിട്ട് അവർക്ക് 100 കണക്കിന് സഹായങ്ങൾ, ആത്മീയമായ സഹായങ്ങൾ ലഭിച്ചതായി റിപ്പോർട്ടുണ്ടല്ലോ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെരുപ്പല്ലല്ലോ, എന്നിട്ടല്ലേ നബി തങ്ങളുടെ ചെരുപ്പല്ലാതെ 100% ഉറപ്പാ, എന്നിട്ടല്ലേ സനത്. പിന്നെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെരുപ്പിൻ്റെ ഒരു മാതൃകയാണല്ലോ ഇത്. എന്നിട്ട് അതിനോടുള്ള മഹബത്തിൽ അതിനെ ബഹുമാനിക്കുക. അപ്പോൾ കിട്ടിയ ഫലം അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണെന്ന് പറയപ്പെടുന്നതായി ഏതൊരു കള്ളൻ പറഞ്ഞതല്ല, നമുക്ക് വിശ്വസിക്കാവുന്ന ഒരാൾ പറഞ്ഞു. എപ്പോഴും കളവ് പറയുന്ന ഒരാൾ പറഞ്ഞതല്ല, നമുക്ക് സാധാരണ വിശ്വസിക്കാൻ പെടാൻ പറ്റുന്ന ഒരാൾ നമ്മളോട് പറഞ്ഞു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഅർ മുബാറക്കാണ്. എന്നാൽ പിന്നെ അതിനെന്തായാലും ബഹുമാനിച്ചുകൂടെ, ബഹുമാനിക്കേണ്ടതല്ലേ എന്ന്. അതുപോലെ ലമഅത്ത് എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ ബദിഉസ്സമാൻ സഈദുൻ നൂർസി, അവർ വലിയ മഹാനാണ്, വലിയ ആലിമാണ്, ആരിഫാണ്. 1294 അവർ വഫാത്തായത്. അവർ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഅറിനെ സംബന്ധിച്ച് അതിന് സനദ് വേണോ എന്നുള്ള ചർച്ചയിൽ അവരവസാനം പറഞ്ഞത് ഫലാ യൽസമു സനദുൽ ഖത്ഇയ്യു, ഉറപ്പായ സനദിന്റെ ആവശ്യമില്ല. ലിതശ്ഖീസി ദാത്തി ശഅരി, ഒരു കേശത്തെക്കുറിച്ച് ഇത് തിരുകേശമാണെന്ന് പറയാൻ, വതഈനിഹി, അതിനെ നിർണയിക്കുവാനും ഉറപ്പായ സനദിന്റെ ആവശ്യമില്ല. അതാണല്ലോ ഉറപ്പായ സനദിനെ പറ്റിയാണ് ഇവിടെ ചർച്ച. സനദില്ലാതിരിക്കൂലല്ലോ. നമുക്കൊരാള് ഷഅർ മുബാറക്ക് തന്നു, അയാളിനെ അതിന്റെ സനദ്, അയാൾക്ക് വേറെ ആൾ കൊടുത്തു. ഇത് ആരൊക്കെയെന്ന് ഞാൻ അവസാനം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ അല്ലെങ്കിൽ സ്വഹാബി വരെ മുട്ടുന്ന സനദ് അറിയൂല നമ്മൾ പറയുന്നത്. അതിനെ കുറിച്ച് നമ്മളെ സംസാരം. അല്ലാതെ റോട്ടിൽ നിന്ന് ഒരു മുടി കിട്ടി, ആ മുടി എടുത്തിട്ട് നബി തങ്ങൾതാന്ന് പറയുന്നതിനെ സംബന്ധിച്ചല്ല നമ്മളെ സംസാരം. സനദുണ്ട്, പക്ഷെ ഉറപ്പായ സനദില്ല. അപ്പോൾ ഉറപ്പായ സനദിന്റെ ആവശ്യമില്ല. പിന്നെന്താ വേണ്ടത്? ഇതാണ് ചിന്തിക്കേണ്ടത്. ഈ വലിയ പണ്ഡിതന് ആരിഫായ മഹാന് പറഞ്ഞിരുന്നു, ബൽ യക്ഫി, മതിയാകും, അല്ലാ യകൂന ഹുനാക ദലീലുൻ ഖാതിഉൻ ബിഖിലാഫിഹി, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അല്ല എന്നതിലേക്ക് ഉറപ്പായ തെളിവ് ഇല്ലാതിരുന്നാൽ മതി. നബി തങ്ങളുടെ അല്ല എന്നതിലേക്ക് ഉറപ്പായ തെളിവില്ലാതിരുന്നാൽ മതി. ഉദാഹരണമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഅർ മുബാറക്കായിട്ട് വീട്ടിലേക്ക് ഒരാൾ ഒരു ഷഅർ മുബാറക്ക് കൊണ്ടുവന്നിരുന്നു, അതൊരു റൂമിൽ വെച്ചിരുന്നു. പിന്നെ അത് കാണുന്നില്ല. അപ്പം നിലത്തുനിന്ന് ഒരു ഷഅർ കിട്ടി, ഒരു മുടി കിട്ടി. ആ മുടി അദ്ദേഹം ഇതായിരിക്കും എന്ന് വിചാരിച്ച് സൂക്ഷിച്ചപ്പോൾ ഭാര്യ വന്ന് പറഞ്ഞു, അത് എൻ്റെ മുടിയായിരുന്നു, നേരത്തെ അവിടെ എൻ്റെ മുടി അവിടെ ചാടിയതാണ്, വീണ് പോയതാണ്, ഞാനത് എടുക്കാൻ മറന്നുപോയതാണ്. ഭാര്യ ഉറപ്പിച്ച് തറപ്പിച്ചു. അപ്പോൾ ഉറപ്പായത് നബി തങ്ങളതല്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത് അല്ല എന്നതിലേക്ക് ഉറപ്പായ ദലീൽ കിട്ടണം. അതിന് നേലുണ്ട് എന്ന് തെളിഞ്ഞാൽ പോരാ. അല്ലെങ്കിൽ അത് അതിൻ്റെ ഒരല്പം കരിച്ചപ്പോൾ കരിയുന്നുണ്ട്, അങ്ങനെ കരിഞ്ഞു എന്ന് തെളിഞ്ഞാൽ പോരാ. അതൊക്കെ ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധമുള്ളതിന് ഉണ്ടാവാം. അതില്ല എന്ന് നമുക്ക് 100% ഉറപ്പ് കിട്ടിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഅർ കരിയൂല, അവിടത്തോട് ബന്ധപ്പെട്ടതൊന്നും കരിയൂല എന്ന് ഹദീസിലുണ്ടെങ്കിലും ആ ഹദീസൊന്നും 100% നമുക്ക് ഉറപ്പിക്കാൻ പറ്റിയ ഹദീസല്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് അങ്ങനെയാണ്. ലിഅന്നമാ യതലഖാഹു നാസ്, ജനങ്ങൾ സ്വീകരിച്ചു വന്ന ഒരു ഷഅർ, വമാ ഖബിലതുൽ ഉമ്മ, സമുദായം സ്വീകരിച്ച ഒരു കേശം, വറളിയത ബിഹി, അവർ തൃപ്തിപ്പെട്ട ഒന്ന്, യകൂനു ഫീ ഹുക്മി നൗഇൻ മിനൽ ഹുജ്ജ, അത് തന്നെ ഒരു തെളിവാണ്. അത്ര തെളിവ് മതി. തഖ്വയുള്ള സ്വാലിഹീങ്ങൾ വരെ നിഷേധിച്ചു നോക്കുക. അലാ മിസ്ലി ഹാദിഹിൽ ഉമൂർ, ആ ഒരു ഷഅറിനെ കുറിച്ച്, ആ ഷഅർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത് അല്ല എന്ന് ഒരാൾ പറഞ്ഞു നോക്കുക. അദ്ദേഹത്തിന് തെളിവൊന്നുമില്ല, അദ്ദേഹം അങ്ങനെ അതിന് ആണെന്നുള്ള തെളിവില്ല, അതുകൊണ്ട് പറഞ്ഞതാ. എന്നാൽ പോലും അതിനെ സ്വീകരിക്കാൻ പാടില്ല. ഏത്? ആ നിഷേധത്തെ സ്വീകരിക്കാൻ പാടില്ല. റസൂലുള്ളാഹിൻ്റെതല്ല എന്ന് പറയുന്ന വാക്കിനെ സ്വീകരിക്കണ്ട. സവാഉൻ മിൻ ജിഹത്തി തഖ്വ അവിൽ അഖ്ദി ബിൽ അഹ്വതി, അദ്ദേഹം ഇത് നബി തങ്ങളുടേതാന്നുള്ള ഉറപ്പില്ലാത്തതുകൊണ്ട് വറഇന്റെ രീതിയിൽ പറഞ്ഞതാ. നബി തങ്ങളുടേതാന്ന് ഉറപ്പില്ലല്ലോ, അതുകൊണ്ട് അത് സ്വീകരിക്കേണ്ടതില്ല. വറ അങ്ങനെയല്ല, വറ അവിടെ നബി തങ്ങളുടേത് അല്ലെങ്കിലും സ്വീകരിക്കുന്നിടത്താ വറ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, ഇമാമിയങ്ങളാരും ഷഅർ ആയിട്ട് അംഗീകരിക്കണമെങ്കിൽ അതിന് സനദ് വേണമെന്ന് പറഞ്ഞിട്ടില്ല. ഇന്നമദ്ദീനു ബിൽ ഇസ്നാദ്, ദീന് സനദ് കൊണ്ടേ സ്ഥിരപ്പെടുമെന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം മുസ്ലിം വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? അത് ദീനിന്റെ അഹ്കാമുകളും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസ്താവനകളും അത് സനദോടെ സ്ഥിരപ്പെടും എന്നാ പറയുന്നത്. എന്നല്ലാതെ അതിനെ സനദ് വേണമെന്ന് പറഞ്ഞിട്ടുള്ളൂ, എന്നല്ലാതെ തിരുകേശത്തിന് സനദ് വേണമെന്ന് അതാരും ഒരു ഇമാമും പറഞ്ഞിട്ടില്ല. ഷംസുദ്ദീൻ മുഹമ്മദു ദഹബി സിയറു ആലാമുൻ നുബലായിൽ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ലൈതനി വജത്തു, എനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ബന്ധപ്പെട്ട അവിടുന്ന് ഉപയോഗിച്ച ഒരു പാത്രമോ, അവിടുത്തെ ഒരു തിരുകേശമോ, അവിടുത്തെ വസ്ത്രത്തിൻ്റെ ഒരു കഷ്ണമോ, അവിടുത്തോട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ആസാറ് നല്ല സനദോടുകൂടെ എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ അത് ദുനിയാവിലുള്ള എല്ലാം ലഭിക്കുന്നതിനേക്കാൾ എനിക്ക് വലിയ സന്തോഷമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് കണ്ടിട്ട് ചിലർ മനസ്സിലാക്കി, തിരുകേശം എന്ന് പറയണമെങ്കിൽ അതിന് സ്വഹീഹായ പ്രബലമായ സനദ് വേണം. അതെവിടുന്ന് മനസ്സിലായത്? അത് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം പറയാം. ആ ആഗ്രഹം ആർക്കാ ഇല്ലാത്തത്? അങ്ങനെ ഒരു ആഗ്രഹം ആർക്കാ ഇല്ലാത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഏതാണെന്ന് ഉറപ്പുള്ള രേഖ കൊണ്ട് തിരപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു വസ്ത്രത്തിൻ്റെ കഷ്ണം, അത് ചെറിയതായിക്കോട്ടെ, നബി തങ്ങളുടെ ശരീരത്തിൽ തട്ടിയ നബി തങ്ങളുടെ വസ്ത്രമാണിത് എന്ന് സ്ഥിരപ്പെട്ട വസ്ത്രത്തിൻ്റെ ചെറിയ ഒരു കഷ്ണം, നബി തങ്ങൾ ഉപയോഗിച്ച, നബി തങ്ങളുടെ ശരീരത്തിൽ സ്പർശിച്ച ഒരു മണൽത്തരി, അത് നല്ല പ്രബലമായ സനദ് കൊണ്ട് സ്ഥിരപ്പെട്ടത്, ബുഖാരിൻ്റെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതുപോലെ ഒരു മണൽത്തരി, പാത്രമൊന്നും ആവണ്ട, ഷാറുബാർക്കും ആവണ്ട, അത് കിട്ടാൻ ആർക്കാ ആഗ്രഹമില്ലാത്തത്? അപ്പൊ സിയറു ആലാമുൻ നുബലായിൽ ഷംസുദ്ദീൻ ദഹബി അദ്ദേഹത്തിൻ്റെ എല്ലാവർക്കും ഉണ്ടാവുന്ന, എല്ലാ മൂമിനും ഉണ്ടാവേണ്ട ഒരു അഭിലാഷ, ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചതാണ്. എന്നല്ലാതെ തിരുകേശങ്ങളെക്കുറിച്ചോ ആസാറു ഷരീഫത്തിനെ കുറിച്ചോ ബഹുമാനിക്കണമെങ്കിൽ, അതിനെ മഹബത്ത് വെക്കണമെങ്കിൽ അതിന് സനദ് വേണമെന്ന് അദ്ദേഹം വാശി പിടിച്ചിട്ടില്ല. അദ്ദേഹത്തിന് വാശി പിടിക്കാനും പറ്റൂല. പക്ഷേ ലോകത്ത് ആസാറു ഷരീഫത്തിന് സനദുണ്ടായാൽ മാത്രമേ അതിനെ ബഹുമാനിക്കേണ്ടതുള്ളൂ എന്നുള്ള ചീപ്പായ അഭിപ്രായം പറഞ്ഞ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനെ നാം അവഗണിക്കേണ്ടതാണ്, ആ മനുഷ്യനെ പരിഗണിക്കേണ്ടതില്ല. അതാരാ? അത് ഇബ്നു തൈമിയ്യയും അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിമുമാണ്. ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുണ്ട്, ലോകത്ത് പലയിടങ്ങളിലും ആസാറു ഷരീഫത്തുണ്ട്, ഷഅറു മുബാറക്കും വസ്ത്രങ്ങളും അങ്ങനെ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാല്, അവിടുത്തെ ഷറഫാക്കപ്പെട്ട കാല് സ്പർശിച്ച പാറയാണ്, കല്ലാണ് എന്നൊക്കെ പറയുന്ന പലതും കൊണ്ടു നടക്കുന്നവർ, ബഹുമാനിക്കുന്നവരുണ്ട്. അതൊന്നും വേണ്ട. അങ്ങനെ ചെയ്യണമെങ്കിൽ അതിന് സനദ് വേണം എന്ന് പറഞ്ഞത് എല്ലാ വഹാബികളുടെയും പൂർവികരായ നേതാക്കന്മാരിൽപ്പെട്ട ഇബ്നു തൈമിയ്യയാണ് അതാദ്യം പറഞ്ഞത്. അദ്ദേഹം അതിലും വലിയ മോശത്തരം പറഞ്ഞ ആളാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫ് സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോവല് ഹറാമാണ്. അത് കള്ളുപിടിക്കുന്നത് പോലെയുള്ള ഒരു തെറ്റായ കാര്യമാണ്, തെറ്റായ കർമ്മമാണ്. മുത്തനബിനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി മദീനയിലേക്ക് പോവൽ എന്ന് പറഞ്ഞ ഏറ്റവും ഗൗരവമേറിയ മോശപ്പെട്ട വാക്ക് പറഞ്ഞ മനുഷ്യനാണ് ഇബ്നു തൈമിയ്യ എന്ന് പറഞ്ഞ മനുഷ്യൻ. ആ മനുഷ്യനെ നമുക്ക് നമ്പാൻ പറ്റൂല. അദ്ദേഹം പറഞ്ഞത് നമുക്ക് ഈ വിഷയത്തിൽ ഒരിക്കലും എടുക്കേണ്ടതില്ല. അദ്ദേഹത്തെ പോലെ എരപ്പാകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അദ്ദേഹം പറഞ്ഞത് എടുക്കാം. നമ്മൾ ഇബ്നു തൈമിയ്യയുടെ കൂടെയല്ല ഉള്ളത്. അപ്പോൾ നാം പറഞ്ഞതിൻ്റെ ചുരുക്കം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിന് നിഴലില്ല എന്ന് പറഞ്ഞതും, ശരീരത്തിനും അതുമായി ബന്ധപ്പെട്ടതിനും നിഴലില്ല എന്ന് പറഞ്ഞതും, അത് കരയൂല എന്ന് പറയുന്നതും അവിടുന്ന് നൂറായത് കൊണ്ടാണ്. നിർത്താൻ പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദരണീയരായതുകൊണ്ടാണ്. വലൻ യസീറ ജുസ്ഉഹു ദുൽമാനിയൻ യുഹാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പാർട്ടും അത് ഇരുളുള്ളത് ആയിട്ടില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും നിസ്സാരമാക്കപ്പെടുന്നവരായിട്ടില്ല. വഫാത്തിന് ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ശരീര പാർട്ടും, കേശം അടക്കമുള്ള ഒരു ശരീരത്തിൻ്റെ പാർട്ടും അത് ലുൽമാനി എന്ന് പറഞ്ഞാൽ നൂറാനി അല്ലാത്തത്, നൂറില്ലാത്ത ഇരുളുള്ള സാധനമാവുകയോ നിസാരമാക്കപ്പെടുന്ന വസ്തു ആയിട്ടില്ലല്ലോ, ആകുകയുമില്ലല്ലോ. അതുകൊണ്ട്
ആ തിരുകേശത്തിന് നിഴലില്ലാതിരിക്കുക എന്ന് പറഞ്ഞത് ഇപ്പോഴും നിലനിൽക്കാൻ സാധ്യതയുണ്ട്. നിലനിൽക്കുമെന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അത് കരിയുകയുമില്ല. വലിദാ വറദ, ഇതുകൊണ്ടല്ലേ ഹദീസിൽ വന്നിട്ടുണ്ട്, അന്നൽ അർള, ഭൂമി ലാ തഅകുലു മിൻ നബിയ്യിനിൽ ജുസ്മാൻ, ഒരു നബിയിന്റെയും ശരീരത്തെ ഭൂമി തിന്നുകയില്ല. ഒരു നബിയുടെയും ശരീരം ഭൂമിയിൽ ഖബറിൽ കൊണ്ടുപോയി വച്ചാൽ ആ മണ്ണ് ആ ശരീരത്തെ ഭക്ഷിക്കുകയില്ല. ശരീരം, നബിയുടെ ശരീരം അതുപോലെ തന്നെ ഉണ്ടാവും. ഹദീസിലുണ്ട്, ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാഇ, അല്ലാഹു തആല ഭൂമിക്ക് ഹറാമാക്കി നബിമാരുടെ ശരീരം. നബിമാരുടെ ശരീരം ഒരിക്കലും ഭൂമി തൊടാൻ പാടില്ല, തിന്നാൻ പാടില്ല. അത് അല്ലാഹു തആല ഹറാമാക്കിയാണ് ഭൂമിക്ക്. പക്ഷെ ഭൂമിക്ക് അതിന് കഴിയൂല. ഇനി മറ്റൊരു കാര്യം, വഖറജ സുയൂത്തിയു, ഇമാം സുയൂത്തി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫിൽ ഖസായിസി. സുയൂത്തി ഇമാം അൽ ഖസായിസുൽ കുബ്ര എന്ന് പറയുന്ന മുത്തുനബിയെ കുറിച്ച് അവിടുത്തെ വലിയ പ്രത്യേകതകൾ പറയുന്ന ഖസായിസിൽ പറഞ്ഞിട്ടുണ്ട്. അൻ ഹാഫിദ് ഇസ്ബഹാൻ, ഇസ്ബഹാനിലെ അബൂ നുഐമുൽ ഇസ്ബഹാനിയെ തൊട്ട് റിപ്പോർട്ടുണ്ട്. എന്താ റിപ്പോർട്ട്? ഇത് നമുക്ക് പാടുണ്ട്. അന്ന മിന്ദീലല്ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ടവൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കർച്ചീഫ്, ഒരു ടവൽ, കാന ലദാ അനസ്, അനസ് റളിയല്ലാഹു തആല റസൂലുള്ളാഹിയുടെ ഖാദിമായിരുന്നു. അപ്പോൾ ഖാദിമീങ്ങളടുത്ത് ആർക്ക് ഖിദ്മത്ത് എടുത്തോ അവരുടെ ചില വസ്ത്രങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അനസ് റളിയല്ലാഹുവിന്റെ അടുത്ത് റസൂലുള്ളാഹിന്റെ ഒരു ടവൽ ഉണ്ടായിരുന്നു. ഫൈദത്തസഖ, ആ ടവൽ ഇങ്ങനെ ബർക്കത്തിന് കൊണ്ടെടുക്കും. അവർ കുറേ കൊണ്ടെടുക്കുമ്പോൾ അതിൽ ചളി പിടിക്കുമല്ലോ, പൊടിയും ചളിയൊക്കെ ആവുമല്ലോ. ഫൈദത്തസഖ, ആ ടവല് അത് ചളിയായാൽ അൽഖാഹു ഫി തന്നൂർ, ശരീരത്തിൻ്റെ ഭാഗമല്ലല്ലോ ടവല്. അപ്പോൾ ടവലിന് എന്താവാ, അത് അടുപ്പത്ത് വെക്കാൻ പറ്റും. അപ്പം എന്താ അവർ ചെയ്യൽ? ചളിയായാൽ അത് അലക്കണീന് പകരം ഈ ടവല് അടുപ്പത്ത് തീയിൽ കാട്ടുക ചെയ്യുക. തീയിൽ കാട്ടുമ്പോൾ ഇപ്പോൾ യഊദു അബയള, ചളി പുരണ്ട ഈ ടവല് തീയിൽ കാട്ടുമ്പോൾ അത് നല്ല വൃത്തിയുള്ള വെള്ള ടവലായി തിരിച്ചു വരും. കൽ അൽബാൻ, പാല് പോലെ വെളുത്ത ടവലായിട്ട് ഈ ടവൽ തിരിച്ചു വരും. ആ ടവൽ കരിയൂല. ഫലമ്മ സുഇല അന്നു, അനസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു ചോദിക്കപ്പെട്ടു, അല്ല നിങ്ങൾ ഈ ടവല് തീയിൽ കാണിച്ചിട്ടും ആ ടവൽ എന്തുകൊണ്ടാണ് കരിഞ്ഞു പോവാത്തത്? അത് ഒന്നും കൂടെ ഭംഗിയായി തിരിച്ചു വരികയാണല്ലോ. കാല, അപ്പ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നന്നാറ, നിനക്ക് കേൾക്കണോ, തീയ് ലാ തഅകുലു, ആ തീയ് തിന്നുകയില്ല, ഷൈഅൻ മർറ അലാ വുജൂഹിൽ അംബിയായി, പ്രവാചകന്മാരുടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമല്ല, പ്രവാചകന്മാരുടെ മുഖങ്ങളിലൂടെ സ്പർശിച്ച, മുഖങ്ങളിലൂടെ നടന്ന ഒരു വസ്തു, ആ വസ്തുവിനെ തീ തിന്നുകയില്ല. ഫീ മെഹിയാൻ, ഒരിക്കലും നബി തങ്ങളുടെ മുഖം സ്പർശിച്ച, മുഖത്തിലൂടെ നടന്നുപോയ ഒരു വസ്തു, ടവൽ പോലത്തെ വസ്തു, അതിനെ ഒരിക്കലും തീ തിന്നുകയില്ല. ഒരു പ്രവാചകന്റെയും ശരീരം സ്പർശിച്ച വസ്ത്രത്തെ, ടവലിനെ, മുഖം എന്നവിടെ പറഞ്ഞത്, അതിനെ ഒരിക്കലും തീ തിന്നുകയില്ല, കരിക്കുകയില്ല എന്ന് അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. അത് പറയണമെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയതാവണമല്ലോ. അപ്പോൾ നമുക്ക് ഇതിലുള്ള പാടെന്താ? ടവൽ വരെ തീയിലിട്ടാൽ കരിയൂലെങ്കിൽ ഫഅന്നാ തഅകുലു ജുസ്അൻ മിനൽ അബ്ദാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് ഏത്? ഷഅർ, കേശം. ആ കേശം എങ്ങനെയാണ് തീ കരിക്കുക? കേശത്തെ എങ്ങനെ തീ കരിക്കുക? മായ ഹാദ, ഇതൊക്കെ നമ്മൾ പറഞ്ഞാലും, തീ കരിക്കൂല എന്നൊക്കെ പറഞ്ഞാലും, അല്ലെങ്കിൽ നേലുണ്ടാവൂല എന്നൊക്കെ പറഞ്ഞാലും, ലാ യുഖ്തഉ ബിഅദമി നിസ്ബത്തി ഷഅറത്തിൻ ഇലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഒരു കേശത്തെ ബന്ധമില്ല, ഒരു കേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത് അല്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൂടാ. ഇദന്തഫഅ അന്ന ദാനിക്കൽ അദമാൻ, കരിക്കാതിരിക്കുക, നിഴലില്ലാതിരിക്കുക എന്ന് പറയുന്ന രണ്ട് പ്രത്യേകതകളും ഒരു കേശത്തിലേക്ക് കാണുന്നില്ല. എന്ന് പറഞ്ഞാൽ ഒരു കേശം കരിയുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കേശം
അത് നിയലുണ്ട്, അതുകൊണ്ട് ആ കേശം നബി തങ്ങളുടേത് അല്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൂടാ. അവിടെ അത് വലിയ പോയിന്റാണ്. അത് മുഹിബ്ബീങ്ങൾ മനസ്സിലാക്കേണ്ട, അദബുള്ളവർ ഈമാനുള്ളവർ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്. ലിഅന്നഹുമാ ളന്നിയാനി, നിയലില്ല എന്ന് പറഞ്ഞത് നബി തങ്ങൾക്ക് തന്നെ നിയലില്ല എന്ന് പറഞ്ഞതും അതുപോലെ കരിയൂല എന്ന് പറഞ്ഞതും ളന്നിയാനി, അത് നാം വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. ലാ ഖത്ഇയാനി, അത് അവിതർക്കിതമായ ഒരിക്കലും അനിഷേധ്യമായി സ്ഥിരപ്പെട്ട ഒരു കാര്യം അല്ല. ബലപ്പെട്ട ചില ദലീൽ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ ദലീലുകൾ, ആ തെളിവുകൾ അത് അനിഷേധ്യമാണെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് നാം കണ്ടത് കൊണ്ട് തന്നെ അത് നബി തങ്ങളുടേത് അല്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൂടാ എന്ന് പറഞ്ഞത്. ചുരുക്കത്തിൽ നാം ഇതുവരെ പറഞ്ഞ വിശദീകരണത്തിൻ്റെ നമുക്ക് മനസ്സിലായത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതായി പറയപ്പെടുന്ന ഷഅറുകൾ, ആസാറുകൾ, ഷഅർ മാത്രമല്ല ആസാറുകൾ ഇന്ത്യയിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ട്. അതിൻ്റെ സനത് തെരഞ്ഞു പോവേണ്ടതില്ല. ബഹുമാനിക്കേണ്ടവർ ബഹുമാനിക്കുന്നവർ, അദബുള്ളവർ അതിനെ സനത് ഇല്ലെങ്കിലും അങ്ങനെ പറഞ്ഞു വരുന്നുണ്ടെങ്കിൽ അതിനെ ബഹുമാനിക്കുകയാണ് വേണ്ടത്. ഇക്കാര്യം ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാ അടക്കം ധാരാളം ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും വിശദീകരിക്കാൻ ഇവിടെ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ സംസാരം ചുരുക്കുന്നു. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.